മുഖപുരയായി ഇങ്ങനെ പറയാം: ദൈവിക താല്പര്യം യേശുക്രിസ്തുവിൻ്റെ തത്തുല്യത പുലർത്തുന്ന, വിശുദ്ധിയുടെയും ദൈവകൃപയുടെയും മാനദണ്ഡം പുലർത്തുന്ന ക്രിസ്തുവിന് അനുരൂപയായ ഒരു മണവാട്ടിയെന്ന് സഭയെ വളർത്തിയെടുക്കുകയാണ് ദൈവിക താല്പര്യം. പൈശാചിക താല്പര്യം എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് മണവാട്ടി സഭയെ മാറ്റിക്കളയുക. എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നം നടക്കുന്നത്? ഒന്നിലധികം പ്രാവശ്യം ഇവിടെ വിശദീകരിച്ചു. സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ലൂസിഫർ എന്ന പ്രകാശപൂരിതനായ ഒരു ദൂതനെ ദൈവത്തോടുകൂടെ സഞ്ചരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവകാര്യങ്ങൾ നോക്കുവാനുമായി ദൈവം നിയമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ വർധനവ് കൊണ്ടും തൻ്റെ ബുദ്ധിയുടെ വൈഭവം കൊണ്ടും അങ്ങനെ ചില കാരണങ്ങളാൽ അവൻ ദൈവത്തോട് മറുതലിക്കുകയും ദൈവത്തിന് വിരോധമായ ഒരു രഹസ്യ കൂട്ടം അവൻ രൂപീകരിക്കുകയും ചെയ്തു. കോൺസ്പിരൻസി. ഇത് തിരിച്ചറിഞ്ഞ ദൈവം അവനെ തള്ളിക്കളയുകയും തൽസ്ഥാനത്ത് ദൈവമുമ്പിൽ നിൽക്കേണ്ടതിന് ആദമിനെയും ഹൗവയെയും ആക്കുകയും ചെയ്തു. ഒരിക്കൽ തനിക്കുണ്ടായിരുന്ന നന്മ തന്നിൽ നിന്ന് പിടിച്ചു പറിച്ച് വേറെ ഒരു സമൂഹത്തിന്, മനുഷ്യവർഗത്തിന് കൊടുത്തതുകൊണ്ട് കുപിതനായ പിശാച് അവൻ്റെ പഴയ ചിന്തകളിൽ ഉറച്ചു നിന്നു, പിടിച്ചു നിന്നു. അവൻ ദൈവത്തിന് വിരോധമായി ഒരു ഗ്രൂപ്പിനെ അഥവാ ദൈവ സൃഷ്ടിയായ ദൂതർ സമൂഹത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ മനുഷ്യവർഗത്തെ തുടച്ചു മാറ്റുവാനും ദൈവിക പദ്ധതിയിൽ നിന്ന് അവരെ തള്ളിക്കളയുവാനും പിശാച് ആഗ്രഹിച്ചു. അതിന് അവനെ കൊണ്ടാകുന്നതൊക്കെയും ചെയ്തു. ഒടുവിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പ്രത്യക്ഷനായി താൻ 40 ദിവസത്തെ ഉപവാസം പൂർത്തീകരിച്ച ശേഷം പിശാച് യേശുവിനെ പരീക്ഷിക്കേണ്ടതിനു വേണ്ടി പിതാവായ ദൈവം പിശാചിൻ്റെ കയ്യിൽ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കാര്യം ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, തൻ്റെ തത്വങ്ങളിൽ നിന്ന് ദൈവം മാറത്തില്ല. പരാജയപ്പെട്ട ഒരുത്തനെ ദൈവം സ്വന്തം പുത്രനായാലും അംഗീകരിക്കത്തില്ല. ഞാൻ എൻ്റെ കയ്യിൽ അവനെ കിട്ടിയിരുന്നെങ്കിൽ പരാജയപ്പെടുത്തിയനേ എന്ന് പിശാചിന് പോലും പറവാൻ അവസരമില്ലാതെ ജയിച്ചു വരേണ്ടതിനു വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പിതാവാം ദൈവം വിട്ടുകൊടുത്തു. മറക്കരുത്, പഴയ നിയമത്തിലെ യോബിനോടും ചെയ്തത് ഇതാ: എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ തോപ്പിച്ചു കളയഞ്ഞനെ എന്ന് പറയുവാൻ പിശാചിന് അവസരമുണ്ടാകാതെ യോബിനെ പരീക്ഷിക്കുവാനും ദൈവം അനുവാദം കൊടുത്തത് മറക്കരുത്. എന്നിട്ട് എന്താ എം.എ. വർഗീസിനെ പരീക്ഷിക്കാഞ്ഞത്? ഇതിനകത്തിരിക്കുന്ന നമ്മിൽ പലരെ പരീക്ഷിക്കാഞ്ഞത്? മറുപടി: ചിലതിൻ്റെ വിശ്വാസം പൊയ്പോകും എന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് ആ വിശ്വാസത്തിൽ വളർന്നു വരുന്നത് വരെ പരീക്ഷിക്കപ്പെടാതിരിക്കുവാൻ ഒരു തൽക്കാല കവറിങ് കൊടുക്കുക. ഞാൻ പറഞ്ഞ ആശയം സ്ഥാപിക്കാം. വിശുദ്ധ പത്രോസിനോട് ഒരിക്കൽ കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു: നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് പിശാച് അനുവാദം ചോദിച്ചതാ. നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു, അവസരം തുറന്നു കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം പത്രോസെ ഒരു കാലത്തും തുറന്നു കൊടുക്കത്തില്ലെന്നല്ല. നീ ശക്തി പ്രാപിച്ച ശേഷം, ആത്മാവിൽ ബലപ്പെട്ട ശേഷം നിനക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഇടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ അന്ന് നീ എന്നെ തള്ളി പറയത്തില്ല. അവിടം വരെ ഞാൻ നിന്നെ ബലപ്പെടുത്തും. ആരെയെങ്കിലും ഒരാളിനെ പരീക്ഷകളിൽ പ്രവേശിപ്പിക്കാതെ വിടുവിക്കുമെന്നല്ല, പകരം അരുതാത്ത സമയത്ത് പ്രവേശിപ്പിക്കാതെ വിടുവിക്കും എന്നുള്ള ദൈവിക തത്വമാണ്. കർത്താവ് യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി അനുവാദം ലഭിച്ച പിശാച് യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ഭൂമിയും അതിൻ്റെ സകല മഹത്വവും യേശുവിന് കാണിച്ചു കൊടുത്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിക്കേണ്ട 4-ാമത്തെ അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രധാന പരീക്ഷകൾ പിശാച് നടത്തിയ കൂട്ടത്തിൽ ഒന്ന്, അവനെ ഉയർന്ന ഒരു മലയിൽ കൊണ്ടുപോയി, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ ഭൂമി മുഴുവനും അതിൻ്റെ മഹത്വവും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു: ഇത് മുഴുവനും വിട്ടു തന്നേക്കാം, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. എനിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നുവെന്ന് തോന്നിയാൽ ഏത് നന്മയും തരുന്നതിൽ വിരോധമില്ല, ഇല്ലെങ്കിൽ തരത്തില്ല, വീണ് എന്നെ നമസ്കരിക്കണം എന്ന് മാത്രം പറഞ്ഞു. അതുവരെയും യേശു പറയാത്ത ഒരധികാരത്തിൻ്റെ പദം ഈ 3-ാം പരീക്ഷണത്തിൽ യേശു ഉപയോഗിച്ചു. വേദപുസ്തകത്തിലൊരു സൂചനയേ ഉള്ളൂ: പിശാചേ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞുവെന്ന് മലയാള വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ അല്പം കൂടെ വ്യക്തമായി ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. പിശാചേ നീ എൻ്റെ പുറകിലോട്ട് മാറുന്നില്ലേ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. കാര്യം നിന്നെ മുട്ടുകുത്തിച്ചേച്ച് നിന്റെ കയ്യിലുള്ളത് പിടിച്ചെടുക്കുന്ന ഒരു യുദ്ധ സമ്പ്രദായമാണ് എൻ്റേത്. ചതിവില്ല, വഞ്ചനയില്ല, അനുരഞ്ജന നയമില്ല, കളിപ്പീരില്ല. പിശാചൻ നീ കൊണ്ടുവന്നത് മുഴുവനും കളിപ്പീരാ. ഔവയെ അപായപ്പെടുത്തേണ്ടതിന് വേണ്ടി ഈ വൃക്ഷഫലം പറിച്ചു തിന്നാൽ ദൈവത്തെപ്പോലെ ആകുമെന്ന് പറഞ്ഞത് കളിപ്പീരായിരുന്നില്ലേ?
ലോത്തിന്റെ മുമ്പിൽ സോദോമും ഗോമോറയും കാണിച്ചു കൊടുക്കുമ്പോൾ പുറമേ ഉള്ളത് മാത്രം കാണിച്ചു കൊടുത്ത് അകമേയുള്ള ജീവിതത്തിന്റെ അളിഞ്ഞ ജീവിതം എന്തെന്നവനെ മനസ്സിലാക്കാതെ അവനെ അവിടെ വരെ വലിച്ചുകൊണ്ടുപോയി വലച്ചവനല്ലേ നീ, ചതിയനല്ലേ നീ. പക്ഷെ ഞാൻ ചതിക്കുന്നവനല്ല, നിന്നോട് തുറന്നു പറയാം, നിന്നെ മുട്ടുകുത്തിച്ചേച്ച് നിന്റെ കയ്യിലിരിക്കുന്ന തിരികെ പിടിക്കുന്നതാണ് എൻ്റെ വർക്കിംഗ് മെത്തേഡ്, എൻ്റെ സമ്പ്രദായം അതാ. ചതിവിലും വഞ്ചനയിലും കൂടെ പിശാച് ചെയ്യുമ്പോൾ നേരിട്ട് തമ്പുരാൻ അവനോട് പറഞ്ഞു, ഗെറ്റ് ബിഹൈൻഡ് മീ, നിന്നെ മുട്ടുകുത്തിക്കുന്ന ഒരു തലമുറയെ ഞാൻ ഉണ്ടാക്കും. ഔവയും ആദമും നഷ്ടപ്പെടുത്തിയ ദൈവിക തേജസ്സിൽ പൊതിഞ്ഞവരായ, ദൈവ തേജസ് നിറഞ്ഞവരായ, ക്രിസ്തുവിന് അനുരൂപരായ ഒരു സമൂഹമാക്കി നമ്മെ മാറ്റി ഒരു മണവാട്ടിയായി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അനേക കണ്ണിങ്നെസ്സിലൂടെ വന്ന് നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തിയെയാണ് നാം നേരിടുന്നത് എന്ന് മറക്കരുത്. അതിന് അനേക വശങ്ങളുള്ളതിൽ ഒന്നാണ് യൂദായുടെ ലേഖനം തൊട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ വീഴ്ച. അനേക വശങ്ങളുണ്ട്. എന്നാൽ വിശ്വാസത്തിന്റെ വീഴ്ചയിൽ ഒരുവൻ അകപ്പെട്ടാൽ പോലും അതിനകത്തൂടെ ജീവിതചര്യകൾ വരെ തെറ്റിച്ചു കളയും. കാമപ്രവൃത്തികളിൽ മനുഷ്യനെ കൊണ്ടയാക്കുന്ന സമ്പ്രദായം വരെ വിശ്വാസത്തിന്റെ വീഴ്ചയിലൂടെ വരുത്തിവെക്കും. ഇത് ചേർത്തുകൊണ്ടാണ് യൂദായുടെ ലേഖനം പറഞ്ഞു വരുന്നത്. ഇനി 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യൂദായ്ക്ക് ഒറ്റ അധ്യായമേ ഉള്ളൂ. 3-ാമത്തെ വാക്യം ദയവായി വായിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് യൂദ ഇങ്ങനെ ചെയ്യുന്നത്? കാര്യം തികഞ്ഞ ഒരു സഭയെ ദൈവസന്നിധിയിൽ നിർത്തണം. വിശുദ്ധ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പോസ്തോലിക ദൗത്യം. യൂദയെ, അങ്ങയ്ക്ക് വെറും 25 വാക്യങ്ങൾ മാത്രം എഴുതി വെക്കുവാൻ അനുവാദം ലഭിച്ച ഈ സാഹചര്യത്തിൽ അങ്ങ് എന്തിനാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ഒരു യുദ്ധ ആവേഹം, ഒരു യുദ്ധ സന്ദേശം എന്തുകൊണ്ടാണ് ജനത്തിന് കൊടുക്കുന്നത്? പോരാട്ടം എന്ന് പറഞ്ഞാൽ യുദ്ധമെന്ന ഒരു യുദ്ധ സന്ദേശം എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ക്രിസ്തുവിൽ തികഞ്ഞവരായി ഒരു വിഭാഗം ജനങ്ങളെ നിർത്തുവാൻ, അവിടെ നിന്ന് വീഴ്ച കളയുന്ന ശത്രുവിനെ കാണിച്ചു കൊടുക്കുവാനാണ് താൻ താല്പര്യപ്പെടുന്നത്. പൊതുവിലുള്ള രക്ഷ എല്ലാവർക്കും സന്തോഷമുളവാക്കുന്നതാണെങ്കിലും അവിടെ കൊണ്ടായില്ല. പൊതുവിലുള്ള രക്ഷ പ്രസംഗിച്ചതുകൊണ്ട് ആരും നിത്യതയിൽ എത്തത്തില്ല. നമുക്ക് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അല്പാൽപ്പം അറിയാവുന്ന പലരുണ്ട്. അവരെക്കുറിച്ച് പൊതുവെ ഇംഗ്ലീഷിൽ പറയാറുള്ള ഒരു പഴഞ്ചൊല്ല് മാസ്റ്റർ ഓഫ് ജാക്ക് ഓഫ് എവറിതിങ് ആൻഡ് മാസ്റ്റർ ഓഫ് നത്തിങ്. ഒരു കാര്യവും ചൊവ്വ അറിയത്തില്ലെങ്കിൽ എല്ലാ കാര്യത്തെക്കുറിച്ച് അല്പാൽപ്പം അറിയാം. അങ്ങനെ തുടരും വേണം. ഒരു സീനിയർ പൊസിഷനിലേക്കല്ല, അതിന് താഴെ നിൽക്കാൻ വേണ്ടി അവരെയും വേണം. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ദേ നോ ഓൾമോസ്റ്റ് എവറിതിങ് ബട്ട് ദേ ആർ മാസ്റ്റേഴ്സ് ഇൻ നത്തിങ്. യാതൊരു കാര്യവും ചൊവ്വ അറിയത്തില്ല, എല്ലാത്തിനെ കുറിച്ചും വല്ലതുമൊക്കെ അറിയുകയും ചെയ്യാം. ഈ എല്ലാത്തിനെക്കുറിച്ചും വല്ലവുമൊക്കെ അറിഞ്ഞു പോകുന്നതിനേക്കാൾ അറിയേണ്ട കാര്യം ഗൗരവമായി അറിഞ്ഞില്ലെങ്കിൽ ചെല്ലേണ്ടടത്ത് ചെല്ലത്തില്ല. ചെല്ലേണ്ടടത്ത് എത്തിക്കേണ്ടതിന് വേണ്ടി ഞാൻ വിശദീകരിക്കാം എന്ന് പറഞ്ഞാണ് യൂദ അപ്പോസ്തലൻ ആരംഭിക്കുന്നത്. പൊതുവിലുള്ള രക്ഷ പറയാതെ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. കാര്യം യുദ്ധം ചെയ്ത് വിശ്വാസം എടുത്തു കളയുന്ന ഒരു പ്രവണത പിശാചിനുണ്ട്. അവൻ പുറകെ മാറി നിൽക്കുകയാണ് ഒരു യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട്. 5-ാമത്തെ വാക്യം വീണ്ടും ഇനിയും വായിക്കാം. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഞാൻ ഈ വിഷയം തൊട്ടു തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇതിവിടെ തൊട്ടിട്ടുണ്ട്. ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതുകൊണ്ടും ഒരു ജീവിത പ്രതിഷ്ഠ എടുത്തതുകൊണ്ടും നാം ഒരു പ്രമാണത്തിൽ വന്നതുകൊണ്ടും കംപ്ലീറ്റ് ആയില്ല. അത് പൂർത്തീകരിച്ചേ മതിയാകും. എൻ്റെ മകനെ IAS-കാരനാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആശയാണ്. അതിനുവേണ്ടിയാണ് അവനെ ഞാൻ കണ്ട കാലം മുതൽ, അല്ലെ അവൻ ഉണ്ടായത് മുതൽ എൻ്റെ പ്രാർത്ഥന അതാ. അവനെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുമ്പോൾ എൻ്റെ ആശയം ഇവനെ IAS-കാരനായി ഇറങ്ങി വരണമെന്നാ. പക്ഷെ ഇവനെ IAS-കാരനാകണമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരുപാട് സ്റ്റെപ്പ് കഴിയണം. കുഞ്ഞെ, നിന്നെ വിളിച്ചപ്പോൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്, ഞാൻ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പുതുസൃഷ്ടി നിന്റെ ഉള്ളിൽ തന്നത്, എന്നിൽ വചനം ജഡമായി ഉരുത്തിരിഞ്ഞത്, എന്നിൽ ദൈവവചനമാകുന്ന ക്രിസ്തു ആളത്വമായി മാറിയത് എന്നെ തേജസ് നിറഞ്ഞ മണവാട്ടിയാക്കി മാറ്റാൻ വേണ്ടിയാ. പക്ഷെ ഇതിനിടയ്ക്ക് ഒരുപാട് പടികൾ കടക്കാനുണ്ട്. അവിടം വരെ എത്തുവാൻ ദൈവകൃപയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ സകല സഹായവും ദൈവം തരും. നമ്മെ അവിടെ എത്തിക്കും, നിശ്ചയം എത്തിക്കും. പക്ഷേ വഴിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുവാൻ ശക്തിയുള്ള ഒരു പിശാചുണ്ട്. അതിനോട് നീ പോരാടേണ്ടിയിരിക്കുന്നു.
ഈ പോരാട്ടത്തിൽ നാം മുന്നോട്ട് പിടിച്ചു നിന്നില്ലെങ്കിൽ തോറ്റുപോകും. ജയമോ തോൽവിയോ രണ്ടിൽ ഒന്നേ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ജയം കിട്ടത്തില്ല എന്ന് ഓർപ്പിക്കുക. ഇതിനകത്തിരിക്കുന്ന സ്റ്റുഡൻസിൽ ചിലർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്ലിപ്പുകൾ എഴുതി തന്നിട്ടുണ്ട്, ഈ വർഷം എല്ലാവരും പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് തിരിച്ചു വെച്ചു, പിന്നെ നീ എന്തിനാ പഠിക്കുന്നേ? അങ്ങനെ ആകുമ്പോൾ പഠിച്ചതും പഠിക്കാത്തതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കൊള്ളുവാകുന്നതിനെയും കൊള്ളുകയില്ലാത്തതിനെയും തമ്മിൽ തിരിച്ചറിയത്തില്ല. ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ ജയവും വേണം, തോൽവിയും വേണം. എല്ലാം കൂടെ ജയിച്ചാൽ പഠിച്ചവർ മരമണ്ടന്മാരാ, അല്ലേ? എല്ലാവരും ജയിച്ചാൽ പഠിച്ചവർ മരമണ്ടന്മാരാ, ജീവിച്ചവൻ ശുദ്ധമണ്ടനാണെന്ന് വരും. അല്ല, ജീവിതത്തിന് വില തരുവാൻ തയ്യാറുള്ള ദൈവമാണ് പറയുന്നത്. അതുകൊണ്ട് തോൽക്കുവാനും ജയിക്കുവാനും സാധ്യതയുള്ള ഈ പോരാട്ട മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ ചിലർ തോൽക്കുമോ എന്ന ചോദ്യത്തിന് വേദപുസ്തകത്തിൽ നിന്നും കുറെ മറുപടികൾ തരികയാണ്. പുതിയ നിയമം, ഞാൻ പഴയ നിയമം അല്ല പ്രസംഗിക്കുന്നത്, പുതിയ നിയമത്തിന്റെ ആശയങ്ങൾ സ്ഥാപിക്കുവാൻ പഴയ നിയമത്തിന്റെ ഉദാഹരണം യൂദാപ്പോസ്തലൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചത് മാത്രം കോട്ട് ചെയ്യുകയാണ്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത്, മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ജനത്തെ വിശ്വസിക്കാതെ വന്ന കാരണത്താൽ പിന്നത്തേതിൽ നശിപ്പിച്ചു. രണ്ടാമത് അദ്ദേഹം തൊട്ടു, സ്വന്തം വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർ, വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, അവന്മാരെ ആദരിക്കാതെ മഹാദിവസത്തിന്റെ വിധിക്കായി ചങ്ങലയിട്ട് സൂക്ഷിച്ചു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ഒരു നാട് മുഴുവനും ഒരുപോലെ ചെയ്താൽ അതവരുടെ കൾച്ചറിന്റെ ഭാഗമാകാം, അതവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാകാം. ഒരു നാട് മുഴുവനും ഒരേ കാര്യം ചെയ്താൽ അതിനകത്ത് ദൈവിക ന്യായ വിധി ഉണ്ടോ? നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ? പിടിച്ചോ? സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും നാടും നാട്ടുകാരും നാട്ടുകാരുടെ വട്ടമുള്ള പട്ടണങ്ങളും എല്ലാം കൂടെ ഒരുപോലെ ദുർനടപ്പാചരിച്ചിട്ട് ഒന്നിനെയും വിടാതെ ന്യായം വിധിച്ചു. സകലതിനെയും ന്യായവിധിക്ക് ഹേതുവാക്കുകയായിരുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ നിയമത്തെക്കുറിച്ച് ദൈവം ഉത്തരവാദിയാണ്. ദൈവം അതിനകത്ത് ജലസാണ്, ദൈവം അതിനകത്ത് തീഷ്ണതയുള്ളവനാണ്. വിട്ടുവീഴ്ച വരുത്തുകയില്ല. നാം ദൈവസന്നിധിയിൽ നിന്നാൽ വിട്ടുവീഴ്ച വരുത്താതെ നമ്മെയും തിരുമുമ്പിൽ എത്തിക്കും. നിന്നില്ലെങ്കിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് ഒന്നാമതായി എടുത്തിരിക്കുന്നതാണ് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതായി എബ്രായർ. അവൻ ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന പദം കാണാം. അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അവർ സ്വയം നശിച്ചു എന്നല്ല. ഗൗരവമായി ശ്രദ്ധിക്കണം, ദൈവവചനമാണ്. ഇതിനകത്തൊന്ന് വള്ളിയും പുള്ളിയും മാറാനൊക്കത്തില്ല. സൂക്ഷ്മതയില്ലാഞ്ഞതുകൊണ്ട് അവർ വീണുപോയി എന്നല്ല, വിളിച്ച വിളിക്ക് യോഗ്യമായി നിൽക്കാഞ്ഞതിനാൽ ദൈവം നശിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്ലീസ് ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ടെ. നമ്മൾ ഭയത്തോടെ മരുഭൂപ്രയാണം കഴിക്കുവാൻ എന്തിനാ ഞാനിതൊക്കെ വിളിച്ചു പറയുന്നത്? ചിലരും കൂടെ പെർഫെക്ഷനിൽ എത്തുവാൻ, ദൈവസന്നിധിയിൽ എത്തുവാൻ, ഇതിനകത്തുനിന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഒരു വിഭാഗത്തെ ദൈവം മുമ്പിൽ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വിളിച്ചു പറയുന്നത്. വായിച്ചാട്ടെ ഒന്നുകൂടെ. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. രക്ഷിച്ചതും കർത്താവാണ്, പിന്നത്തേതിൽ നശിപ്പിച്ചതും കർത്താവാ. ഇതിന്റെ ഇടയിലുള്ള ക്രിയയാണ് വിശ്വസിക്കാത്തവരെ. ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, കേട്ടവരിൽ കേൾവി വിശ്വാസമായി പരിണമിക്കായികയാൽ, കേൾവി അംഗീകരിക്കുന്നതും വിശ്വാസമായി പരിണമിക്കുന്നതും രണ്ടും രണ്ടാ. എന്നോട് മുന്നോട്ടിറങ്ങി വരാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഇഞ്ഞ് പോരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. പക്ഷെ വിശ്വസിച്ചുമാകാം, അനുസരിച്ചിട്ടുമാകാം, രണ്ടും രണ്ടാ. ഒരൊറ്റത്തടിപ്പാലത്തെ കൂടെ അക്കരയ്ക്ക് ചെല്ലാൻ എന്നെ വിളിച്ചു എന്നിരിക്കട്ടെ, താഴെ പോകുന്ന എനിക്ക് ഉറപ്പ്. എന്നാലും പറഞ്ഞ വാക്ക് അനുസരിച്ച് അങ്ങ് ചത്തോട്ടെന്നും പറഞ്ഞ് ഇറങ്ങുന്നതും അത് അനുസരണമാ, വിശ്വാസമല്ല. ഞാൻ കേടുകൂടാതെ അക്കരെ ചെല്ലും എന്ന അറിവോടെ ഇറങ്ങുന്നതും രണ്ടും രണ്ടാ. അനുസരണം അല്ല തമ്പുരാൻ പ്രധാനമായി നോക്കുന്നത്, വിശ്വസിച്ചനുസരിക്കുന്നതാണ് നോക്കുന്നത്. വിശ്വസിച്ച് അനുസരിക്കുക. വിളി കേട്ടവർ ആ വിളി അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. കാരണം വിളിച്ച ദൈവത്തിന്റെ വലിപ്പം അവർ മനസ്സിലാക്കിയില്ല, വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത അവർ മനസ്സിലാക്കിയില്ല. ഞാൻ ആരോടെങ്കിലും ഒരാളിനോട് ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസ്തനാണെന്ന് അറിയുന്നവർക്ക് മാത്രമേ അത് പൂർത്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒരാളിനൊരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനെനിക്ക് സാധ്യതയുണ്ട് എന്നറിയാവുന്നവർക്ക് മാത്രമേ എന്നെ വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. ഞാനിപ്പോൾ ആരോടെങ്കിലും ഒരുത്തനോട് നാളെ രാവിലെ 25 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഒക്കുകയില്ലെന്നുള്ളത് കേൾക്കുന്ന മുഴുവൻ പേർക്കും അറിയാം. എൻ്റെ അത് ഇല്ല, അതുകൊണ്ടാണ് ഒക്കത്തില്ലെന്നറിയാം. പക്ഷേ എൻ്റെ ദൈവം എന്നോട് നാളെ രാവിലെ നിനക്ക് ആകാശത്ത് കാണുന്ന മൂണിനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ വിശ്വസിക്കും. ദൈവത്തെ കൊണ്ട് ഒക്കും. നിങ്ങളിൽ ആരെ കൊണ്ട് ഒക്കത്തില്ല, നിങ്ങളിൽ ആരെ കൊണ്ട് ഒക്കത്തില്ല, നിങ്ങളിൽ ആരെ കൊണ്ട് ഒക്കത്തില്ല. ഒരിക്കൽ
ഗംഗാനഗർ ചർച്ചിലായിരുന്നപ്പോൾ, തമാശന് പറയുന്നതാണേ, ഗംഗാനഗർ ചർച്ചിലായിരുന്നപ്പോൾ ഈ മാസത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഒരാൾക്കൊരു ഫീലിംഗ് ഉണ്ടായി, കൂട്ടാൻ കുറഞ്ഞു പോയി. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. അപ്പോൾ പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് എളുപ്പം 2 പപ്പടകം വീതം വറുത്ത് എല്ലാവർക്കും അങ്ങ് കൊടുത്തെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊരാൾ പറഞ്ഞെന്നാൽ അങ്ങ് വറുത്ത് കൊടുത്തേച്ചാട്ടെന്ന് പറഞ്ഞു. ദേ വരുന്നെന്നും പറഞ്ഞ ആൾ അതിലെ സ്ഥലം വിട്ടു. 2-3 പേര് പപ്പടകം നോക്കിയിരുന്നു. ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ളവർക്കറിയാം. ഈ പുള്ളി അതുവഴി സ്ഥലം വിട്ടു. കൂടുതൽ വിശദീകരണത്തിന് പോകുന്നില്ല. പക്ഷേ ആളിനെ അറിയാവുന്നവരും വിവരമുള്ളവരും പറഞ്ഞു, അല്പം അകലെ താമസിക്കുന്ന ആ വ്യക്തി വീട്ടിൽ പോയി പപ്പടകം വറുത്ത് കൊണ്ടുവരുന്നത് വരെ കാത്തിരിക്കാൻ ഇവിടെ ആരെയും കിട്ടത്തില്ല. ഇത് ചുമ്മാ അവർ സ്ഥലം വിടാൻ പോയതാ, അവർ പോയതാ ഇവിടുന്ന്, ഒരു എക്സ്ക്യൂസ് പറഞ്ഞതാ. ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ആ വ്യക്തിയെ വിശ്വസിക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവിശ്വസിക്കാനൊക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കുന്ന ഒരാളിന് മാത്രമേ വിശ്വാസമായി ഈ കേൾവിയെ രൂപീകരിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് അത് കേൾവിയെ വിശ്വാസമായി രൂപീകരിക്കുവാൻ കൃപ തരട്ടെ. ഇനി ഇസ്രായേലിന് സംഭവിച്ച അനേക കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ഇറങ്ങുന്നതിന് മുന്നമേ തന്നെ പോകാൻ അവർക്ക് മടിയായിരുന്നു. കാര്യം അവരുടെ മേലൊരു വിളി ഉണ്ടായതോടുകൂടെ മോശ മരുഭൂമിയിൽ ചെന്നു, അല്ലെങ്കിൽ മിസ്രയീമിൽ ചെന്നു, ഗോശൻ ദേശത്ത് പാർത്തു. അവരോട് പറഞ്ഞു, യഹോവ പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അടയാളം 1, പച്ചവെള്ളം കോരി തറയിലൊഴിച്ചു കാണിച്ചു രക്തമായി. അവർ വിശ്വസിക്കേണ്ടി വന്നു. 2, തൻ്റെ കൈ മാറിടത്തിലേക്കിട്ടു, പുറത്തെടുത്തു, കുഷ്ഠമുള്ളതായി കണ്ടു. വീണ്ടും മാറിടത്തിലിട്ടു, കുഷ്ഠം മാറി. ഭയങ്കര അടയാളം. ഒത്തിരി പേരും കൂടെ വിശ്വസിച്ചു. 3, തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് തറയിലിട്ടു, അത് സർപ്പമായി മാറി. തിരികെ വാലെ പിടിച്ചു, തിരികെ വടിയായി തീർന്നു. അനേകരങ്ങ് വിശ്വസിച്ചു. നേതൃത്വത്തിൽ കുറച്ചുപേർ, എന്നും അവിശ്വാസത്തിന് പിറന്നവർ മാത്രം വിശ്വസിക്കാതെ മാറിയിരുന്നെങ്കിലും, എന്നെ എല്ലാം നല്ല കാര്യം നടന്നാലും അങ്ങനെയൊന്നും അല്ലടാ എന്ന് പറഞ്ഞ് കമന്റ് അടിക്കുന്നവരുണ്ട്. അത് വിട്. നിത്യനാശത്തിന് വേണ്ടി യോഗ്യരായവർ അവരെ തന്നെ അങ്ങനെ കാണിക്കും, അത് വിട്. എന്നാൽ പൊതുജനം പൊതുവെ അത് അംഗീകരിച്ചു. ആ വിശ്വാസത്തോടുകൂടെ അവർ രാജസന്നിധിയിൽ ചെല്ലുകയും ജനത്തെ വിട്ടയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഫറവോൻ തന്റെ നിയമം കഠിനപ്പെടുത്തി വെച്ച് പറഞ്ഞു, നിങ്ങൾ മടിയന്മാരായതുകൊണ്ടാണ് ആരാധിക്കണമെന്ന് പറഞ്ഞത്. പലരും ജോലി ചെയ്യുന്ന ഓഫീസിൽ ആരാധനയ്ക്ക് ലീവ് വേണമെന്ന് പറഞ്ഞാൽ മടിയനാണെന്ന് പറയിപ്പിക്കുന്ന പ്രകൃതി ഫറവോനിൽ ആരംഭിച്ച് ഇന്നും വ്യാപരിക്കുന്നുണ്ട്, മറക്കരുത്. പക്ഷെ ഇതൊന്നും മടിയന്മാരല്ല. ദൈവത്തിന് സ്തോത്രം. നീ മടിയനായതുകൊണ്ടാണ്, നിങ്ങൾ മടിയന്മാരായതുകൊണ്ടാണ് ആരാധിക്കാൻ പോകണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് കഠിനത തുടങ്ങിയതോടെ ഇസ്രായേൽ ആകപ്പാടെ വിഷമിച്ചു. പലരിലും ദൈവവാഗ്ദത്തത്തിന്റെ വിശ്വാസം മാറി. ഒക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. മോശ പിന്നെയും ജനത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി. അലറുന്ന ചെങ്കടലിനെ കണ്ടതോടെ എല്ലാത്തിൻ്റെയും വിശ്വാസം മാറി. എന്നെപ്പോലുള്ളതൊക്കെ തകർന്നു കാണും. എല്ലാവരുടെയും വിശ്വാസം മാറുമ്പോഴും വിശ്വാസത്തിന്റെ വാക്കു പകർന്ന ദൈവം ആരോട് ഇടപെട്ടോ അദ്ദേഹത്തോട് വീണ്ടും ഇടപെട്ടു. മോശെ, നീ നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് വാൻ, ജനത്തോട് പറ, ഈ കഷ്ടത ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഈ ജനത്തെ കൊല്ലാനല്ല, പകരം ഇവരുടെ ശത്രുവിനെ കൊല്ലാനാ. നിങ്ങൾ ഇന്ന് കണ്ട ശത്രുവിനെ ഇനി ഒരിക്കലും കാണുകയില്ല. മുന്നോട്ട് വാൻ പറ. അതിനുവേണ്ടി ഞാൻ കിഴക്കൻ കാറ്റ് തരാം, അതിനുവേണ്ടി അഗ്നിസ്തംഭം തരാം, അതിനുവേണ്ടി ദൂതന്മാരെ തരാം. ഞാൻ പറഞ്ഞതിന് വേണ്ടി ഞാൻ എന്ത് വേണേ തരാം. ഓ, ദൈവം ചിലതിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിർവഹിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ദൈവപൈതലേ എന്ത് വേണമെങ്കിൽ തരും. ഏകജാതനെ തരുവാൻ മടിക്കാഞ്ഞ നിത്യനായ ദൈവം അതോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഇന്ന് പകൽ വാഗ്ദത്തമുള്ള ദൈവപൈതലേ, ആ വാക്ക് പറഞ്ഞവനെ വിശ്വസിക്കൂ, താൻ അക്കരെ കൊണ്ടെത്തിക്കും. ഇസ്രായേലിനെ കൊണ്ടത് കഴിയാതെ പോയി. ഓക്കെ, അവർ ചെങ്കടൽ കടന്ന് ഇക്കരെ കയറി. ഭയങ്കര സന്തോഷം. ആത്മാവിന്റെ ആരാധന. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പോലെ മേഘത്തിന്റെ കീഴിൽ തുള്ളിച്ചാടി. അടുത്ത ദിവസം വെള്ളം കിട്ടാതെ വന്നപ്പോൾ കൂട്ടം നിലവിളിച്ചു, മരുഭൂമിയിൽ ചാകും, ശവക്കുഴിയില്ല. ആകപ്പാടെ പ്രശ്നമായി. തമ്പുരാൻ പറഞ്ഞ്, പിടി, വെള്ളം മധുരമാക്കി തരാം, പാറ പിളർന്നു തരാം. ഒരുപാട് സാഹചര്യങ്ങൾ. അപ്പമില്ലാതെ വന്ന് നിലവിളിച്ച് കർത്താവ് പറഞ്ഞ്, സ്വർഗത്തിൽ നിന്ന് ഇട്ട് തരാം. ഓരോ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇതെല്ലാം തന്നെ വീഴ്ചയായിരുന്നു. എന്നാൽ സമൂഹമായി വീഴ്ച വരുത്തിയ ഒരു രംഗമാണ് സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ. എടുത്തു വായിക്കേണ്ട ദീർഘ അധ്യായങ്ങളാണ്, അത്ര മുഴുവനും പോകണ്ട. അവിടുത്തെ ചരിത്രം തൊട്ടേച്ച് ചില്ലറ വാക്യങ്ങളിൽ നിൽക്കും. ജനം മുഴുവനും കൂടെ മരുഭൂമിയിലെത്തി. അവിടുന്ന് മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാക്ക് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് പറഞ്ഞ് അവിടെ മുതൽ ഉറപ്പിച്ച് കാര്യങ്ങൾ സമയത്തിന് ചെയ്ത് ഇപ്പോൾ നിങ്ങളെ കൊണ്ടിവിടെ വാഗ്ദത്ത മണ്ണിൻ്റെ വാതുക്കൽ നിർത്തിയിരിക്കുക. ഈ വാഗ്ദത്ത ഭൂമിയുടെ വാതുക്കൽ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പോയി അവകാശമാക്കാനുള്ള ദേശം എന്ത് എന്ന് ഒന്ന് കാണാൻ നിങ്ങൾ ഒറ്റുനോട്ടക്കാരെ അയക്കണം. ഞാൻ എന്തവ ചെയ്തു തരാൻ പോകുന്നെന്ന് ഇതുവരെ നിങ്ങൾ കേട്ട് വിശ്വസിക്കുകയായിരുന്നു.
അങ്ങനെ ഇവിടം വരെ വന്നേ. എൻ്റെ നടത്തിപ്പിൽ ഇങ്ങ് വന്നതാ. എന്നാൽ ആ ദേശത്തിൻ്റെ പ്രത്യേകത എന്നത് കണ്ടറിയുവാൻ അതിനകത്ത് ഒത്തിരി കൂടുതൽ പ്രയോജനമുണ്ട്. ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവിടെ നിന്നാണല്ലോ ഇസ്രായേലിൻ്റെ തുടക്കം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് സന്തതിയെ തരും, ആകാശത്തിലെ മണൽ പോലെയായിരിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്, സമുദ്രതീരത്തെ മണൽ പോലെയാണെന്നൊക്കെ പറഞ്ഞത് അബ്രഹാമിനെ അംഗീകരിക്കാൻ വയ്യാഞ്ഞു വന്ന ഒരു രംഗത്തിൽ താൻ ആകപ്പാടെ തളർന്നു വാടിയതോടുകൂടെ സാഹചര്യങ്ങളും തൻ്റെ വാഗ്ദത്വവുമായി തട്ടിച്ചു നോക്കിയിട്ട് വാഗ്ദത്വം തോക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ തമ്പുരാൻ ഇറങ്ങി വന്ന് വെച്ച് പറഞ്ഞു, അബ്രഹാമേ, ഇതുവരെ കേട്ടത് വിശ്വസിച്ചു, ഇനി ചിലത് കാണിച്ചു തരാൻ പോകുകയാ, വാ ആകാശത്തെ നക്ഷത്രത്തെ നോക്ക്. എണ്ണാമോ? വയ്യ, ഇതുപോലെ നിന്റെ മക്കള്. കടൽത്തരിയിലെ മണൽ നോക്ക്, എണ്ണാമോ? വയ്യ, ഇതുപോലെ നിന്റെ മക്കൾ. കേൾവിയിൽ നിന്നും ചില ദൃഷ്ടാന്തങ്ങളിലേക്ക് ദൈവം മാറ്റി തുടങ്ങി. ഇവിടെയും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാക്ക് പറഞ്ഞിരിക്കുന്ന ദേശം എന്തെന്ന്, പാലും തേനും ഒഴുകുന്ന ദേശമെന്നാ പറഞ്ഞത്. അതെന്താണെന്നൊന്ന് കാണേണ്ടതിന് വാ, നിങ്ങളൊന്ന് പോയി കാണ്. അതിനെന്തു വേണം? ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രതിനിധി വീതം ഓരോ പ്രഭുക്കന്മാരെ തിരഞ്ഞെടുക്കണം. സാധാരണക്കാരനെ അല്ല തിരഞ്ഞെടുക്കുന്നത്, പ്രഭുക്കന്മാരെ. ദൈവം എന്തെങ്കിലും ഒന്നിനു വേണ്ടി മുൻപിലോട്ട് വിളിച്ചാൽ ഈ പട്ടണത്തിൽ നിന്ന് ദൈവത്തിനുള്ള പ്രഭുക്കന്മാരെയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നവർ സാധാരണക്കാരല്ല. യു ആർ ദി റെക്കഗ്നൈസ്ഡ് ആൻഡ് നോബിൾ. നിങ്ങൾ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അംഗീകരിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ ദൈവത്തിൻ്റെ പ്രഭുക്കന്മാരാണ് എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ പദം പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നു, യു ആർ നെവർ ദി ഓർഡിനറി. നിങ്ങൾ മറ്റൊരാളിനെ പോലെയല്ല. ഇന്റർനെറ്റിന്റെ മുമ്പിൽ എൻ്റെ മുമ്പിലിരിക്കുന്നവരെ, ലോകം നിങ്ങളെ നിസ്സാരരെന്ന് പറഞ്ഞേക്കാം, സ്വർഗത്തിൽ നിങ്ങൾ വിലയേറിയവരാണ്. നിങ്ങൾ പ്രഭുക്കന്മാരാണ്. 12 ഗോത്രങ്ങളിൽ നിന്നും പ്രഭുക്കന്മാരെ തെരഞ്ഞെടുക്കുക. അങ്ങനെ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരോ പ്രതിനിധികൾ പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തു. പ്രഭുക്കന്മാർ എന്നതിന് പണമുള്ളവൻ എന്നല്ല വാക്കിന്റെ അർത്ഥം, മാന്യതയുള്ളവനെന്നാ. ജനത്തിന്റെ മുമ്പിൽ സ്ഥാനമുള്ളവൻ, പേരുള്ളവൻ, മാന്യതയുള്ളവൻ, കഴിവുള്ളവൻ. അവൻ പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കും. കാര്യം അവന്റെ മാന്യതയതാ. പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തു. 12 പേരെ ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ 12 പേരും യാത്ര തിരിച്ചത് ഒറ്റ സ്ഥലത്തു നിന്നാണ്. ശ്രദ്ധിക്കണ ചില കാര്യങ്ങൾ. 12 പേരെ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി അയച്ചു. എങ്ങനെയുള്ള ദേശമായതെന്ന് കാണാൻ വേണ്ടി അയച്ചു. 12 പേരും യാത്ര തിരിച്ചത് ഒറ്റ സ്ഥലത്തു നിന്നാണ്. 12 പേരെയും അയച്ചത് ഒറ്റ മനുഷ്യൻ മോശയാ. 12 പേരെയും അയക്കാൻ ആവശ്യപ്പെട്ടത് ഒറ്റ ദൈവമാ. 12 പേരും പോയത് ഒരേ ഉദ്ദേശത്തിനാ. 12 പേരും കൂടെ ചെന്നതും ഒരേ ഇടത്താ. അവിടെ ചെന്നപ്പോൾ ആരൊക്കെയോ ആ താഴ്വരയിലൊക്കെ ഉണ്ടായിരുന്ന മുന്തിരിയുടെ ഒരു കൊല അറുത്തെടുത്തു. എനിക്ക് തോന്നി അത്ര സിമ്പിളൊന്നും അല്ല ഒരു മുന്തിരിക്കൊല അവിടെ നിന്ന് അറുത്തെടുക്കുന്ന കാര്യം. അജാന ബാഹുക്കളായ രാക്ഷസന്മാർ വട്ടം നിൽക്കുന്നത് അവർ കണ്ടു. 13-ാമത്തെ അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങൾ ദയവായി നോക്കാമോ? അവർ തെക്കേ ദേശത്ത് കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായും ഉണ്ടായിരുന്നു. അനാക്കിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞ ഉഗ്ര രാക്ഷസന്മാരാ, സാധാരണക്കാരൊന്നും അല്ല. അവർ ചെന്നപ്പോ കണ്ടത് രാക്ഷസന്മാരെ കണ്ടു. പിന്നെ ഹെബ്രോൻ മിസ്രയീമിലെ സോവാറിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി, ഒരു തണ്ടിന്റെ മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. ഈ 2 പേർ ആരാന്ന് എനിക്ക് അറിയാൻ വയ്യെങ്കിൽ എന്റെ അഭിപ്രായം കാലേബും യോശുവയും ആയിരിക്കണം. അവരുടെ ബാക്കിയുള്ള കാര്യം കൊണ്ട് ആരാന്നൊന്നും എഴുതിയിട്ടില്ല. എന്തായാലും ഈ മല്ലന്മാർ വട്ടത്തിൽ നോക്കി നിൽക്കുക ചെയ്ത് അതിൻ്റെ നടുക്കുന്ന് ഒരു മുന്തിരിങ്ങ പറിച്ച് നിന്നേച്ച് പോരുന്നല്ല, ഒരു മുന്തിരി വള്ളി മൊത്തം കൊലയോടുകൂടെ അറുത്തെടുത്തു. ഒരുത്തന് തന്നെ എടുക്കാൻ പറ്റുന്നില്ല, അത്രയും വലിപ്പമുണ്ട്. അതുകൊണ്ട് 2 പേര് ചേർന്ന് ഒരു ക്രോബാർ വെച്ച് ഒരു തണ്ട് വെച്ച് അതിൽ കെട്ടി തൂക്കിക്കൊണ്ട് 2 പേരും കൂടെ വരികയാണ്. അപ്പൊ എല്ലാവരും കൂടെ ചെന്നത് മുന്തിരി വിളഞ്ഞു കിടക്കുന്ന ഇടത്തും അതേസമയം മല്ലന്മാരുള്ളിടത്തുമാണ്. മല്ലന്മാരുള്ള ഇടത്തുമാണ്. ഇവരെല്ലാം കൂടെ തിരിച്ചു വന്നു. അത്രയും നമ്മൾ ഇപ്പോൾ വായിക്കുന്നുള്ളൂ. അവർ തിരിച്ചു വന്നു. 31, 32 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 13-ാം അധ്യായം 31, 32. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ പോയേച്ചു വന്നതിൽ ചരിത്രം ചുരുക്കുകയാണ്. ഈ 2 അധ്യായം വായിക്കാതെ വേണം. ഇതിലെ 10 ഗോത്രങ്ങളുടെ പ്രഭുക്കന്മാർ ചേർന്ന് മജോറിറ്റി ചേർന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തു. 2 ഗോത്രങ്ങളുടെ പ്രഭുക്കന്മാരായ കാലേബും യോശുവയും ചേർന്ന് വേറൊരു റിപ്പോർട്ട് കൊടുത്തു.
2 റിപ്പോർട്ടുകൾ ഇവരുടെ മുമ്പിൽ വരുന്നു. ഒന്നിച്ചു പോയി, ഒരിടത്ത് പോയി, ഒരു ഉദ്ദേശത്തിന് പോയി, ഒരാൾ അയച്ചു, ഒരു ദൈവത്താൽ അയക്കപ്പെട്ടു. പക്ഷെ വരുമ്പോൾ 2 ഗ്രൂപ്പായി അവർ തിരിഞ്ഞു. ഒന്ന്, മജോറിറ്റിയുടെ ഒരു ഗ്രൂപ്പ്. മജോറിറ്റിയുടെ ഗ്രൂപ്പ് കണ്ടത് അവിടെ നിൽക്കുന്ന രാക്ഷസന്മാരെയാണ്. അവർ വന്ന് കണ്ടേച്ച് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് പോലൊക്കെ തന്നെ പട്ടണങ്ങൾ ബലമുള്ളതാണ്, ഉറപ്പുള്ളതാണ്, ദേശം ഫലവത്താണ്. ഇവന്മാർ ഈ പറയുന്ന ഒന്നും കള്ളമല്ല. 2 എണ്ണം തേണ്ട മുന്തിരിവള്ളിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുത്തന് എടുക്കാൻ വയ്യാത്ത കൊണ്ട് 2 പേര് ചേർന്നെടുത്ത ഉഗ്രം മുന്തിരിക്കൊലകളുമായി വന്നിട്ടുണ്ട്. ദേശം സത്യം നല്ലത് തന്നെയാണ് അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കരുത്. കാരണം മറ്റോ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ഈ സഭ അംഗീകരിക്കുമോ? എത്ര രോഗശാന്തി ഞാൻ കണ്ടതാ അല്ലേ? ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ഈ സഭ അംഗീകരിക്കുകയില്ല. കാര്യം എത്ര ദൈവപ്രവർത്തികൾ നമ്മൾ കണ്ടതാ. ദൈവം ഇന്നിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയില്ല. കൃപാവരം നിന്നുപോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. കാര്യം ഇവിടെ നടക്കുന്ന കൃപാവരങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. കാര്യം ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക. ഈ 2 മുന്തിരിക്കൊല ഉള്ളിടത്തോളം കാലം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അത്ര ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചിരിക്കുന്നു. ശരിയാണ്, ദേശം ഭയങ്കര ഫലമുള്ളതാ. പക്ഷെ പെശകതല്ല. കാണിക്കാനൊക്കാത്ത ഒരു കാര്യം ഞങ്ങളും കണ്ടു, അവരും കണ്ടു. മല്ലന്മാർ, ഇരുമ്പ് രഥങ്ങൾ, ശക്തിയേറിയ മല്ലന്മാർ. കഴിഞ്ഞ ദിവസം മല്ലന്മാരെ കുറിച്ച് തൊട്ട കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞായിരുന്നു അനാക്കിന്റെ കളരം 18 അടി വരെ ഉണ്ടെന്ന് ചരിത്രം പറയുന്നെന്ന്. സന്തോഷ് പാസ്റ്റർ അതിനപ്പുറത്തെടുത്തു. ദേവദാരു പോലെ അങ്ങനെയാണ് 10-30 അടിയൊക്കെ 10-30 മീറ്റർ വരെ കളരമുള്ള മീറ്ററോ അടി എന്തോ ഭയങ്കര ഉഗ്രന്മാരുണ്ടെന്ന് പറഞ്ഞു. എല്ലാം ശരിയാ. ഞങ്ങൾ കണ്ടേച്ചു വന്നത് ചെറുതൊന്നും അല്ല, ഭയങ്കര പ്രശ്നമാണ്. ഇത് ഞങ്ങൾ കണ്ടേച്ചു വരിക. പലരും പറയാറുണ്ട്, സ്നാനപ്പെടല്ലേ നീ കണ്ടിട്ടില്ല, ഭയങ്കര പ്രശ്നമാ. സത്യമാ കുഞ്ഞേ. പക്ഷെ മല്ലനെ നോക്കിയ അല്ലന്റെ ഇറക്കം, കർത്താവിനെ നോക്കിയ ഇറക്കം. ഇവിടെ ഭയങ്കര മല്ലന്മാരുണ്ട്. ദേശം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ല. യുദ്ധം ചെയ്ത് ജയിക്കാം നടക്കുകയില്ല. പട്ടണങ്ങൾ ഉറപ്പും ബലവുമുള്ളതാണ്. തുളച്ചു കയറുവാൻ എബ്രായന് കഴിവില്ല. ഇവരെ കൊണ്ട് പറഞ്ഞു ആ നിൽക്കുന്ന വൻ മല്ലന്മാരുടെ മുമ്പിൽ ചെന്ന് ഞങ്ങളെ തന്നെ നോക്കിയപ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളി പോലിരിക്കുന്നു. പച്ചവിട്ടിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. വെട്ടിക്കിളിയെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അറിയത്തില്ല. വെട്ടിക്കിളിയാന്ന് അറിഞ്ഞുകൊണ്ട് കണ്ടിട്ടില്ല. പച്ചവിട്ടിലെന്ന് പറഞ്ഞാൽ അറിയാം. അതുപോലൊരു സാധനമാണ് വെട്ടിക്കിളി. ഒരു മനുഷ്യന്റെ മുമ്പിൽ വെട്ടിക്കിളി, പച്ചവിട്ടിൽ എന്നാ ഉണ്ട്? ഈ മല്ലന്മാരുടെ മുമ്പിൽ ഞങ്ങൾ അത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾക്കും മനസ്സിലായി, അവർക്കും മനസ്സിലായി. യവന്മാർ ഈ 2 മുന്തിരിക്കൊല കൊണ്ടുവരാനുള്ള കാരണം, ഈ 2 പേര് ചേർന്നെടുത്ത മുന്തിരിക്കൊല വിട്ടുകൊടുക്കാൻ കാര്യം നമ്മളെ കൊണ്ടൊന്നും നടക്കുകയല്ലെന്ന് അവർക്കറിയാം. അവനങ്ങ് മിണ്ടാതിരുന്നേ ഉണ്ടാ. ആരാ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, സ്റ്റീഫൻ ജോർജ് പറഞ്ഞായിരുന്നു, കുരങ്ങിനെ കളിപ്പിച്ച പുള്ളി സിംഹത്തെ കളിപ്പിക്കാൻ പോയത് അദ്ദേഹത്തിൻ്റെ കാര്യം തന്നെ. ഇങ്ങനെ പറഞ്ഞായിരുന്നു, സൂയി പോകുന്ന കൂട്ടത്തിൽ കുരങ്ങിനെ കളിപ്പിക്കും. കുരങ്ങിനെ അങ്ങോട്ട് പഴിപ്പിച്ച് കാണിച്ചാൽ ഇങ്ങോട്ടും പഴിപ്പിച്ച് കാണിക്കും. എന്നാൽ സിംഹത്തെ പഴിപ്പിക്കാമെന്ന് നിങ്ങട്ട് സിംഹത്തിൻ്റെ മുമ്പ് പാടിയിട്ട് അത് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാര്യം ഇവനെ ഒരു വിഷയമല്ലെന്ന്, സിംഹത്തിനൊരു വിഷയമല്ല, അത് തിരിഞ്ഞു പോലും നോക്കുന്നു. പിള്ളേരാരും മൃഗങ്ങളെ ടീസ് ചെയ്യാൻ പോവില്ലേ? ഏതിനാ എപ്പോഴാ വരുന്നതെന്ന് ആർക്കറിയാം? മൃഗങ്ങളെ തന്നെയല്ല, ആരി വേണ്ട പോട്ടെ, ഏതെപ്പോഴാണ് ഇളകുന്നതെന്ന് ആർക്കറിയാം? ഓക്കെ. ആ മല്ലന്മാർ ഞങ്ങൾ നിസാരന്മാരായോണ്ട് ഇനി വിട്ടതാ. അതിൻ്റെ കയ്യെ പുരട്ടണ്ടെന്ന് കണ്ട് അവൻ ഒന്ന് അമുക്കിയാൽ എൻ്റെ കൈയുടെ കീഴിൽ പച്ചവിട്ടിൽ പോകുന്ന പോലെ അരഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. അവൻ്റെ കൈ അഴുക്കാക്കാതിരിക്കാൻ തൊട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്ന കാര്യം പറയണ്ട. ഇത് പറഞ്ഞ് അവർ ജനത്തിൻ്റെ ഹൃദയം ഇളക്കി. ഇതിനെക്കുറിച്ച് ബൈബിൾ കൊടുത്തിരിക്കുന്ന പദം, അവർ ദുർവർത്തമാനം പറഞ്ഞ് ജനത്തെ നശിപ്പിച്ചു. ദുർവർത്തമാനം. നമ്മളെ കൊണ്ട് ഇത് കഴിയത്തില്ല. വാക്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമോ ദയവായി? 31-32 വാക്യങ്ങൾ. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഇവർ പറഞ്ഞ ദുർവർത്തമാനം, അവരുടെ കാഴ്ചയും നമ്മുടെ കാഴ്ചയും ഒരുപോലെ. അവർ നോക്കിയിട്ട് അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളികളാ, ഞങ്ങൾ നോക്കിയിട്ടും അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. അനഖ്യ മല്ലന്മാരവിടെ ഉണ്ട്, ഇരുമ്പ് രഥങ്ങളുണ്ട്, പട്ടണങ്ങളുണ്ട്.
പറയുന്ന നല്ല നാടാന്നുള്ള സത്യമാണെങ്കിലും നമ്മുടേതല്ല, നമുക്കിത് പറ്റുകയില്ല. എടാ, ക്രിസ്ത്യാനിത്വം ഭയങ്കര നല്ലതാ, ആത്മീയം നല്ലതാ, പക്ഷെ നമുക്കൊക്കില്ല, നമുക്കിത് ശരിയാകില്ല. ദുർവർത്തമാനം പറഞ്ഞ് മജോറിറ്റി ജനത്തെ വഞ്ചിക്കുവാൻ ശ്രമിച്ചു. ഈ സമയത്ത് ജനം മുഴുവനും കൂടെ കൂട്ടം കൂക്ക് വിളിച്ചു. നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് മോശ എന്ന നേതാവിന് പകരം വേറൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ജനം തയ്യാറായി. ഈ സമയത്താണ് മൈനോറിറ്റി 2 വ്യക്തികൾ, യോശുവയും കാലേബും, തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് പാഞ്ഞു കയറി യേശു പറഞ്ഞു, അങ്ങനെ അല്ല, ഞങ്ങൾ വേറൊന്ന് ചെയ്യാൻ പോകുകയാ. നമുക്ക് 14-ാമത്തെ അധ്യായത്തിൻ്റെ 7, 8, 9, 3 വാക്യം വായിക്കാം. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. ഇത് യോശുവയും കാലേബും കൂടെ കൊടുക്കുന്ന റിപ്പോർട്ടാണ്. 2 പേരുടെ റിപ്പോർട്ടാ, 10 പേരുടെ റിപ്പോർട്ടിന് വിരോധമായി. വായിച്ചാട്ടെ. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. യഹോവ നമ്മെ കൊണ്ടുചെന്ന് നമുക്ക് തരും. അവർ യഹോവയ്ക്ക് മുൻഗണന കൊടുത്തു. മറ്റോമാർ പറയുന്ന വാചകങ്ങൾ ഞാൻ പറഞ്ഞു, 2 അധ്യായം മുഴുവൻ വായിക്കാൻ ഒക്കാത്തത് കൊണ്ടാണ് അത് എടുക്കുന്നത്. അവർ പറയുന്നത്, മോശയോട് പറഞ്ഞു, നീ ഞങ്ങളെ അയച്ച ദേശം, ദൈവമാണ് അയച്ചതെന്ന കാഴ്ചപ്പാടിൽ നിന്ന് അവരുടെ ചിന്താഗതികൾ ആദ്യം താഴോട്ട് വന്നു. വാക്കുകളിൽ അവരത് പ്രകടമാക്കി വെച്ച് പറഞ്ഞു, അയച്ചത് ദൈവമല്ല മോശേ, നീ ഞങ്ങളെ അയച്ച ദേശം. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത് ആരോ മനുഷ്യനെ ദൈവം ഉപയോഗിച്ച് കാണാം, പക്ഷെ കൊണ്ടുവന്നത് ദൈവമെന്നറിയുന്നവർ മാത്രമേ വിജയിക്കത്തുള്ളൂ. ഏതോ സാഹചര്യങ്ങളാകാം നിങ്ങളെ ഇവിടേക്ക് നയിച്ചത്, ആ സാഹചര്യത്തിന്റെ നിർമ്മാതാവ് ദൈവമാണെന്ന് അറിഞ്ഞെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഒരു മനുഷ്യന്റെ വായിലൂടെയാണ് ഇന്ന് നിങ്ങളിൽ ചിലരിത് കേൾക്കുന്നത്. കുറെ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് നിങ്ങളെ ഇതിന് സഹായിക്കുന്നത്, പക്ഷെ ദൂതിന്റെ യജമാനൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ ദുർവർത്തമാനം പരത്തിയവർക്ക് ആ കാഴ്ചപ്പാട് നഷ്ടമായി. അവർ മോശയോട് പറഞ്ഞു, നീ അയച്ച ദേശത്തെ കുറിച്ച് ഞങ്ങൾ നിനക്ക് തരുന്ന റിപ്പോർട്ട് പിടിച്ചോ. യോശുവയും കാലേബും പറഞ്ഞു, മോശ മാറി നിൽക്കട്ടെ, നേതൃത്വത്തിന് കീഴടങ്ങും, പക്ഷേ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ. മോശ നമ്മോടുകൂടെ ഉള്ളത് കൊണ്ടെന്നല്ല, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ, ചില ഹൃദയങ്ങളുടെ അകത്ത് ഇരുമ്പഴി താണി കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതുന്ന ചില വാക്കുകളാണിത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ഇമ്മാനുവേൽ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇമ്മാനുവേൽ, പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് യേശുവിന് പേരിട്ട് പഴയ നിയമം ചിത്രീകരിച്ചു പറഞ്ഞു. പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, ഞാനോ ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, ജോലി ചെയ്യുന്നവരെ, ജോലി അന്വേഷിക്കുന്നവരെ, ഭവനങ്ങളിൽ പാർക്കുന്നവരെ, വിവാഹിതരെ, അവിവാഹിതരെ, കുടുംബസ്ഥരെ, കുഞ്ഞുങ്ങളെ, ഞാനോ ലോകാവസാനത്തോളം, അത് കഴിയുന്നവനാ പറഞ്ഞത്, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്നെ വിളിച്ചവൻ അറിയാം നടത്തിക്കൊണ്ട് പോകാൻ. യഹോവ നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട്, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം ആ സ്ഥലം പിടിച്ചെടുക്കും. വായിച്ചോ, ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. നമുക്കത് തരും. മൈനോറിറ്റിയുടെ വാചകം തരത്തില്ല, കിട്ടത്തില്ല, പിടിക്കത്തില്ല. മൈനോറിറ്റിയുടെ വാചകം യഹോവ നമുക്കത് തരും. മജോറിറ്റിയുടെ വാചകം പിടിക്കത്തില്ല, കിട്ടത്തില്ല, ഒക്കത്തില്ല. കാര്യം അവർ പ്രതികൂലങ്ങളെ കണ്ടു. ഈ മൈനോറിറ്റി നാടൊക്കെ നോക്കി കണ്ടിട്ട് അതിൻ്റെ നന്മ കണ്ടു. തിന്മ അവർക്ക് അറിയാൻ വയ്യാന്നല്ല, ആ തിന്മയേക്കാൾ വലിയ ദൈവത്തെ അവർ ശ്രദ്ധിച്ചു. തമ്പുരാൻ തിരിഞ്ഞേച്ചു പറഞ്ഞു, മോശയോട് പറഞ്ഞു, വിട് മോശേ, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവാ. ഞാൻ ഇവരുടെ മുമ്പിൽ ചെങ്കടൽ പിളർന്നത് ഇവരങ്ങ് മറന്നല്ലേ. ഞാൻ ഇവരുടെ മുമ്പിൽ ഫറവോന്റെ രാജ്യത്ത് വെച്ച് ആദ്യജാതന്മാരെ സംഹരിക്കുമ്പോൾ രക്തത്തിന്റെ മറവിൽ ഇവരെ മറച്ചത് ഇവരങ്ങ് മറന്നല്ലേ. ഞാൻ ഇവരുടെ മുമ്പിൽ സ്വർഗം തുറന്ന അപ്പം വാരി ഇട്ടുകൊടുത്തത് തിന്നവരങ്ങ് മറന്നല്ലേ. ഞാൻ പാറ പിളർന്ന് വെള്ളം കൊടുത്തത് കുടിച്ചത് ഇവർ മറന്നല്ലേ. ഇങ്ങനെ മറക്കുന്ന ജനത്തെ
നശിപ്പിക്കാൻ പോകാം. വിട്. കേൾവി വിശ്വാസമായി പരിണമിക്കയാൽ അവരെ തമ്പുരാൻ നശിപ്പിച്ചു. ഇന്നത് ചെയ്ത ദൈവത്തിന് ഇനിയും ചെയ്യാൻ കഴിയും. ഒരത്ഭുതമെങ്കിലും കണ്ടിട്ടില്ലാത്തവരിവിടെ ഉണ്ടോ? ഞാൻ നിങ്ങളെ കുറ്റം പറയത്തില്ല. കാണിക്കാൻ കഴിയാഞ്ഞത് ഞങ്ങളുടെ കുറ്റം. ഐ പ്രൊക്ലെയിം ഇറ്റ്. അനേക വീര്യപ്രവർത്തികൾ കണ്ടവരിവിടെ ഉണ്ടല്ലോ. നമ്മോട് ദൈവത്തിന് ചോദിക്കാനുള്ളത്, നീ കണ്ടതല്ലേ? നീ കണ്ടതല്ലേ? എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പലതും കാണിച്ചു തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ബേഥേൽ ഇവിടെ പലതും കാണിച്ചു തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പലതും കാണിച്ചു തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് ചിലതൂടെ കാണിച്ചെങ്കിൽ വലിയ കാര്യം. ഇന്ന് പകൽ കർത്താവ് ചിലതൂടെ കാണിച്ചെങ്കിൽ വലിയ കാര്യം. ഈ ജനം എന്നെ മറന്നു മോശേ, ഈ ജനം എന്നെ മറന്നു. ഞാൻ അവർക്ക് വേണ്ടി ചെങ്കടൽ പിളർന്നത് അവർ മറന്നു. എൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ, പ്രതികൂലത്തെ കണ്ടപ്പോൾ, ജീവിതനാശം വരുന്നത് കണ്ടപ്പോൾ എന്നെ വിടുവിച്ചവനെ ഞാൻ മറന്നു. ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ എനിക്ക് കഴിയും. ആകയാൽ ഞാൻ ഇവരെ നശിപ്പിക്കും. ദൈവം നശിപ്പിച്ചില്ല. അന്ന് നശിപ്പിച്ചില്ല. കാരണം ഒരു മോശ ഇടിവിൽ നിന്ന്, മോശയുടെ കാലശേഷം മാത്രമേ ആ മരണം, ആ നശിപ്പീര് പൂർത്തിയായുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ചിലർക്കായി സ്തോത്രം. മോശ പറഞ്ഞ കർത്താവ് പറ്റത്തില്ല, പറ്റത്തില്ല. എന്തുവാ ഈ പറയുന്നത്? ദൈവത്തോട് ഒരുത്തൻ മല്ലു പിടിക്കുന്നു. പറ്റത്തില്ല. അങ്ങിവരെ ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ പോലെ നശിപ്പിച്ചാൽ അങ്ങയെ വിശ്വസിച്ച് അങ്ങയുടെ പേര് കേട്ടിട്ടുള്ള ജാതികൾ അങ്ങയുടെ നാമം അപമാനിക്കും. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഞാൻ അർത്ഥമാക്കുന്നു. അങ്ങയുടെ നാമം അപമാനപ്പെടാൻ സമ്മതിക്കത്തില്ല. അത് പരിധി കർത്താവേ, അവരെ കൊണ്ടുപോയേ മതിയാകൂ. കർത്താവ് മോശയോട് പറഞ്ഞു, മോശേ, അവരുടെ അവിശ്വാസം നിമിത്തം ഞാൻ ഈ ജനത്തെ നശിപ്പിക്കുകയാണ്. നിന്നെ ഞാനൊരു ജാതിയാക്കും. ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിരിക്കും. പക്ഷേ വിളിക്കപ്പെട്ടവർ അയോഗ്യരായി മാറും. വേറെ ചിലരെ ഞാൻ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കും. അത് എന്നെ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാതെ വിടത്തില്ല. പക്ഷെ വിളിക്കപ്പെട്ടവർ അയോഗ്യരായി മാറും. ഞാൻ കഴിഞ്ഞ ഒരു ഞായറാഴ്ച ഇവിടെ തൊട്ടായിരുന്നു. ദൈവരാജ്യത്തിന് വേണ്ട ഫലം ഞാൻ കൊടുത്തില്ലെങ്കിൽ ദൈവരാജ്യം എൻ്റെ പക്കൽ നിന്നെടുത്ത് അതിന് ഫലം കൊടുക്കുന്ന ജാതിക്കേൽപ്പിക്കും. ഒരിക്കൽ നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ച വേല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ തള്ളിയ ശേഷം വേറൊരുത്തന്റെ കയ്യിൽ ദൈവം ആ വേല എടുത്തു കൊടുക്കും. ദൈവരാജ്യത്തിന് ഫലം കൊടുക്കുന്ന ജാതിയുടെ കയ്യിൽ ദൈവം അത് കൈമാറുന്നതിന് മുന്നമേ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലർ പറയുമോ, ദൈവത്തിന് വേണ്ടി ദേശങ്ങൾ പിടിക്കുവാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ഞാനിത് ചെയ്തിരിക്കും. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ. ഞാനോട് ഒന്നുകൂടെ മടങ്ങി വരാം. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഇതുപോലെ തന്നെ സെക്കൻഡ് ലെവലിൽ കാര്യങ്ങൾ വിശ്വസിക്കുവാൻ ഒരു തടസ്സം നേരിട്ടപ്പോൾ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് സെക്കൻഡ് ലെവൽ അംഗീകരിക്കാതെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചൊരു വാക്യമാണ് റോമാലേഖനം 3:3. ദയവായി വായിക്കാം. സോ വാട്ട് എന്ന പ്രയോഗം ഒത്തിരി പേർക്ക് ഓർമ്മ കാണും. കിങ് ജെയിംസ് ദയവായിട്ട് കാണിക്കണേ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ആക്ച്വലി എൻ്റെ ഒന്നും ഒരു വായിച്ചാൽ ഭയങ്കര രസമാണ്. നമുക്ക് അത്ര നേരം കിട്ടുമോന്ന് അറിയത്തില്ല. വായിച്ചേ. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? പരിച്ഛേദനയാൽ എന്നാ പ്രയോജനം? ഇതൊന്നും ഇല്ലെന്നാണ് പൗലോസ് അങ്ങോട്ട് തീവ്രമായി വാദിച്ച് അങ്ങോട്ട് തെളിയിച്ചത്. എന്നാൽ യഹൂദൻ എന്ത് വിശേഷത? ഒന്നും ഇല്ലടാ. പരിച്ഛേദനയാൽ എന്നാ പ്രയോജനം? യാതൊന്നും ഇല്ലടാ. തവിട്ട് വെച്ച് സകല വിധത്തിലും വളരെ ഉണ്ട്. ആഹാ, ഇത്രയും നാൾ ഇല്ലില്ലെന്ന് പറഞ്ഞ പൗലോസ് ഇപ്പൊ തിരിച്ചു പറയാന്ന്. സത്യം പറഞ്ഞാൽ വളരെ ഉണ്ടെന്ന്. യഹൂദൻ എന്ത് വിശേഷത? ആ കുലത്ത് ജനിച്ച് ഈ കുലത്ത് ജനിച്ച് ദൈവത്തിനല്ല ഒരുപോലെ ഉള്ളൂ. പരിച്ഛേദന ജഡത്തിന്റെ ക്രിയയായി വെളിയിൽ മാത്രം നടക്കുന്ന എന്നാ പ്രയോജനം? യാതൊരു ഗുണവുമില്ല. ഇത് പറഞ്ഞ് തെളിയിച്ച് സ്ഥാപിച്ച് അനേകരെ മിണ്ടാതാക്കിയ പൗലോസ് ഇപ്പൊ തന്നെ തിരിച്ച് പരിശുദ്ധാത്മാവിൽ എഴുതുകയാണ്. കാര്യം അത് ആരോട് പറഞ്ഞ് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ള മറന്നുപോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൊച്ചുമക്കളുടെ ചെറിയ പ്രായത്തിൽ ചോറുണ്ണുമ്പോൾ കുറച്ച് ചോറ് വായിപ്പോകും. അതിനേക്കാൾ കൂടുതൽ അവരുടെ ഉടുപ്പയിലും ശരീരത്തും വീഴും. അതിനേക്കാളും കൂടുതൽ മേശപ്പുറത്ത് മൊത്തം കാണും. ശകലം ചോറേ വായിച്ചു പോകത്തുള്ളൂ, ബാക്കിയൊക്കെ ഇതിനൊക്കെ കിടക്കും. ഞാൻ ചിന്നമേട് പറഞ്ഞിട്ട് ഇവന്മാരെ ഇവിടുന്ന് മാറ്റിയിരുത്ത്. ആരെങ്കിലും അതിഥികൾ വീട്ടിലോട്ട് കയറി വന്നാൽ ഇവിടെ എല്ലാം വൃത്തികേടാക്കിയിട്ടേക്കും. അപ്പോൾ എൻ്റെ ഭാര്യ പറയാറുള്ളൊരു വാക്കുണ്ട്, കുഴപ്പമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. ഒരു 4 പറ്റവൻ്റെ അകത്ത് പോയല്ലോ, 40 വെളിയിൽ പോയാലും. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളത് ചെയ്യത്തില്ല. ആ പ്രായമൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇന്നിപ്പോൾ ചോറ് വാരി വട്ടത്തിലിട്ടാൽ കുഴപ്പമുണ്ട്, തല്ലിയിട്ടു.
അവരുടെ പ്രായം മാറി. ആരംഭ ശൈശവ പ്രായത്തിൽ കൈപിടിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഒരു തെറ്റുപറ്റിയാലും തകരാറില്ല. ചില വീടുകളിൽ ഞാൻ ചെല്ലുമ്പം പാസ്റ്ററപ്പച്ചന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കുഞ്ഞുങ്ങളോട് വരെ നേരെ ഇടത്ത് കൈ നീട്ടിക്കൊണ്ട് വരും. ആ കൈയല്ല മറ്റേ കൈയാ കൊടുക്കേണ്ടെന്ന് അമ്മയും അപ്പനും വരെ ഞാൻ പറയും, ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കൈ. അതിൻ്റെ അർത്ഥം 15 വയസ്സുള്ള ഒരു കുഞ്ഞെനിക്ക് വന്ന് ഇടത്തെ കൈ തന്ന നല്ലി പറഞ്ഞേ. ആ പ്രായത്തിൽ ഏതെങ്കിലും ഒരു കൈ, അതിന് യാതൊരു തകരാറുമില്ല. ഇനഫ്, അതൊരു കൈ തന്നല്ലോ, വലിയ കാര്യം. നമുക്കെല്ലാം അറിയാവുന്ന സത്യാവസ്ഥകളാണ് ഞാൻ ഇത്തോടുന്നത്. യഹൂദനെ ആരംഭ സ്റ്റേജിൽ ജാതികളിൽ നിന്ന് വന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് ഒരു വശം മാത്രം എടുത്തു കാട്ടുമ്പോൾ താൻ പറഞ്ഞു, യഹൂദൻ ഒരു വിശേഷതയുമില്ല. ഇത്രയും പറഞ്ഞ പഴയ പദം ആവർത്തിച്ച് ചിപ്പ ചോദിക്കുക, വല്ല വിശേഷതയും ഉണ്ടോ? അടുത്ത പദം ഒന്നുകൂടെ വായിച്ചേ. സകലത്തിലും ഉണ്ട്, സകല വിധത്തിലും വളരെയുണ്ട്, വളരെ ഉണ്ട്. വായിച്ചു. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. കുഞ്ഞെ ഒന്ന് നിൽക്കട്ടെ. ഒന്ന്, ദൈവം വിശ്വസിച്ച് അരുളപ്പാടേൽപ്പിച്ച ജനമാത്. മനസ്സിലാകുന്നോ? ദൈവം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെയുണ്ട്. ചില സമയത്ത് സ്നാനക്കുളത്തിലോട്ട് ഇറങ്ങാൻ നേരത്താണ് വാച്ചോ കണ്ണാടിയോ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. വയസ്സായപ്പോൾ ഞാൻ ഈ വാച്ചോ കണ്ണാടിയോ സ്നാനപ്പെടാൻ പോകുന്ന ഒരാളിൻ്റെ കൊടുക്കത്തില്ല, പരിചയമില്ലാത്ത ആളിൻ്റെയും കൊടുക്കത്തില്ല. എനിക്ക് ഡെഫിനറ്റ് അറിയാവുന്ന ഒരാളിൻ്റെ കൊടുക്കും. കാര്യം മറന്നേ ചിഞ്ഞ് പോരുന്നാലും കൂടെ കൊണ്ടുതരും. അത്ര ഉറപ്പുള്ള ഒരാളിൻ്റെ കൊടുക്കത്തുള്ളൂ. അവിടെ 15 പേര് നിന്നതിൽ ഒരാളിൻ്റെ കയ്യിലെ കൊടുത്തുള്ളല്ലേ എന്താ? അദ്ദേഹത്തെ കൂടുതൽ അറിയാവുന്നത്, ട്രസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാ. മനസ്സിലാകുന്നുണ്ടോ? ആരും കൊണ്ടുവെക്കളയുമെന്നും കണ്ടല്ല. തക്ക സമയത്ത് ഞാൻ മറന്നാലും എൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ എനിക്കൊന്ന് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിത്വം. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ തമ്പുരാൻ വിശ്വസിച്ച് ചിലത് ഏൽപ്പിച്ചിട്ടില്ലേ? വളരെ ഉണ്ട്, കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. യഹൂദൻ എന്ത് വിശേഷത? വളരെ ഉണ്ട്. ഒന്ന്, അരുളപ്പാടുകൾ അവന്റെ കയ്യിലാ ദൈവം ഏൽപ്പിച്ചത്. അതിനകത്ത് അരുളപ്പാടുകൾ അകത്തുൾക്കൊള്ളുന്നവർക്കായി സ്തോത്രം. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ഒരിക്കൽ പറഞ്ഞൊരു പദം എൻ്റെ ഓർമ്മയിലുണ്ട്. ദൈവത്തിൻ്റെ വചനം, ദ ഓറക്കിൾസ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ഉണ്ട്. അദ്ദേഹം പറഞ്ഞ്, കാറ്റ് നിറച്ച ഒരു റബ്ബർ പന്ത് അകത്ത് കാറ്റുള്ളപ്പോൾ തറയിലോട്ട് എടുത്തൊരേറി നിങ്ങളുടെ കഴിവുള്ള അത്രയും ശക്തിക്കെറി. പക്ഷെ മറക്കരുത്, തിരിച്ചു വന്ന് നിന്റെ മൂക്കിനിടിക്കും. പിശാചേ, നിനക്കെന്നെ ഒതുക്കാം, പക്ഷെ എൻ്റെ അകത്ത് വചനമുള്ളത് കൊണ്ട് ഞാനൊന്ന് ബൗൺസ് ചെയ്യും, മറക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കല്ല, ബിഷപ്പ് ടി.ഡി. ജെയ്ക്സിന്റെ വാക്കാ. വളരെയുണ്ട്. ദ ഓറക്കിൾസ് ആർ ഗിവൻ ടു ദം. അരുളപ്പാടുകൾ അവർക്കാ കൊടുത്തത്, വാഗ്ദത്തങ്ങൾ അവർക്കാ കൊടുത്തത്. ഇന്ന് പകൽ വാഗ്ദത്തമുള്ള ദൈവവൈതലേ, നിങ്ങളെ പരിശോധന ചെയ്യുവാൻ പിശാച് അടുത്ത് വന്നാൽ മറക്കരുത്, ഒരു ബൗൺസിംഗ് ഉണ്ടായിരിക്കും, തിരിച്ചുവന്റെ മൂക്കിനിടിച്ചിരിക്കും. ഹല്ലേലൂയ. എന്റെ നന്മകൾ പിടിച്ച പിശാചേ, എന്നെ നിരാശപ്പെടുത്തിയ പിശാചേ, നിന്റെ മൂക്കിന് തിരിച്ചിടിക്കുവാൻ എന്റെ അകത്ത് കാറ്റാകുന്ന വചനമുണ്ട്. ഓ ഗോഡ്, വളരെ ഉണ്ട്. ഇവരെ വിശ്വസിച്ച് തമ്പുരാൻ ഏൽപ്പിച്ചതാ. ഇതിനകത്തിരിക്കുന്ന ചിലരെ വിശ്വസിച്ച് ദൈവം ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന ചിലരെ വിശ്വസിച്ച് ദൈവം വചനം തന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കിട്ടാത്ത ദൈവവചനം കൃപയാൽ നമുക്ക് തന്നതിനായി സ്തോത്രം. എന്താ കാരണം? വിശ്വസിച്ചേൽപ്പിച്ചതാ. വിശ്വസിച്ചേൽപ്പിച്ചതാ. യഹൂദന് വളരെ പ്രത്യേകതയുണ്ട്. ഒന്ന്, അവരുടെ പക്കൽ അരുളപ്പാടുണ്ട്. രണ്ടാമത്തെ വായിച്ചാട്ടെ. ചിലർ വിശ്വസിച്ചില്ല. കുഞ്ഞേ, അരുളപ്പാടുകൾ അവർക്കുള്ളതാ. പിന്നെ ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ പിതാക്കന്മാരും അവർക്കുള്ളവ എന്നുള്ളൊരു വാക്യം ഇടാം. ക്ഷമിക്കുക, പിതാക്കന്മാരും അവർക്കുള്ളതാ. ദൈവസഭയ്ക്ക് കുറെ പിതാക്കന്മാരുണ്ട്. 9-ാം അധ്യായത്തിൽ, ഓക്കെ, 9-ാം അധ്യായം എന്തായിട്ട് എടുത്ത് എത്രാമത്തെ വാക്യം അത്? 4-ാമത്തെ വാക്യം ദയവായിട്ട് 9:4, റോമർ 9:4. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. എന്റെ കുഞ്ഞെ, നമുക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ടെന്ന്. നാട്ടുകാരെ പോലെ അല്ല, അല്ല 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 നാട്ടുകാരെ പോലെ അല്ല. നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നുകൂടെ വായിച്ചോ. അവർ ഇസ്രായേലിയർ. ഒന്ന്, അവർ ഇസ്രായേലിയർ. എന്റെ ജനനം വാഗ്ദത്ത പ്രകാരം അബ്രഹാമിൽ നിന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ജനനം പുത്രനാക ക്രിസ്തുവിൽ നിന്നാകയാൽ ഹല്ലേലൂയ. അവരുടെ ജനനം എവിടെ നിന്ന്? രണ്ട്,
പുത്രത്വം നമുക്കുള്ളതാണ്. നാം മക്കളാണ്, അതുകൊണ്ട് അവകാശികളാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ മക്കളാകയാൽ, ഞാൻ മകനാകയാൽ, മക്കളാകയാൽ, മോളാകയാൽ, മോനാകയാൽ, കുഞ്ഞാകയാൽ മക്കളാണ്. പുത്രത്വം അവർക്കുള്ളത്. പിന്നെ തേജസ്, നമ്മുടെ മേലൊരു തേജസ് ഉണ്ട്, മറക്കരുത്. പിന്നെ നിയമങ്ങൾ, ഓറക്കിൾസ്, കൽപ്പനകൾ, പ്രമാണങ്ങൾ, പിന്നെ ന്യായപ്രമാണം, പിന്നെ ആരാധന. നാട്ടുകാരൻ ആരാധിക്കാൻ ഒക്കത്തില്ല. ഒരു കൂട്ടർ പ്രകൃതി സൗന്ദര്യം വർണ്ണിക്കും, ചിലർ അന്യോന്യം വർണ്ണിക്കും. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ കൃപ ലഭിച്ചവരാണ്. ആരാധന നമ്മുടെ വകയാ. പിന്നെ വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, വാഗ്ദത്തം നമുക്കുള്ളത്. അടുത്തത് പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ. നമുക്കൊരു ആത്മീക പാരമ്പര്യമുള്ളതിനായി സ്തോത്രം. ഇല്ലെന്നൊക്കെ പറയുന്നവരുണ്ട്, മാറി നിൽക്ക്. അത് ശൈശവസ്ഥിതിയിൽ പൗലോസും പറഞ്ഞതാ. ശൈശവസ്ഥിതിയിലായിരുന്നു, ബാലശിക്ഷയിൽ നടത്തിയ കാലം ശൈശവ പ്രായത്തിൽ പറഞ്ഞെങ്കിൽ ഇന്ന് വളർന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇത് അറിയാം. എന്റെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് നമുക്കുള്ളതാണ്. ഇസ്രായേലായോണ്ട് പ്രത്യേകത ഒന്നുമില്ലെന്ന് ഇടയ്ക്ക് പറഞ്ഞ് സത്യമാ. അതാ ബാല്യശത്തിൽ പറഞ്ഞതാ. ഉണ്ട്. ഇനി 3 മടങ്ങി വരികയാണ്. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ, ഇത്രേ ഉള്ളതിൽ കുറെ പേര് അവിശ്വസിക്കാതെ പോയി. വിശ്വസിക്കാതെ പോയത് സാധാരണക്കാരനല്ല. പിതാക്കന്മാരും വാഗ്ദത്തങ്ങളും കൽപ്പനകളും ന്യായപ്രമാണവും ആരാധനയും എല്ലാം അവർ കുറെ പേര് വിശ്വസിക്കാതെ പോയി. പക്ഷേ എതിർക്കുന്നവരൊന്നും വിവരമില്ലാത്തവരല്ല. ഈ ഓക്കേൽ എന്ന് പറയുന്നവരൊന്നും വിവരമില്ലാത്തവരല്ല, ജീവിച്ച് പരിചയമുള്ളവരും കഴിവുള്ളവരുമാ. അതേ മോനെ അന്നു ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ എന്ത്? ഇത്രേ ഉള്ളതിൽ കുറെ പേർ വിശ്വസിച്ചില്ല. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ എന്ത്? അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ദൈവത്തിന്റെ വിശ്വസ്തത ഇവരുടെ അവിശ്വാസം കൊണ്ട് മാറുകയില്ല. ഇംഗ്ലീഷിലെ ഭാഗം വായിക്കുന്നത് നല്ലതാണ്. For what if some do not believe? കഴിഞ്ഞ പ്രാവശ്യം പല പ്രാവശ്യം എടുത്തതാ, ഇനി അത്രയും ഡെപ്തി പോണ്ട. For what if some do not believe? For what if some do not believe? ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ കറക്റ്റ് തർജ്ജമയാണ്. പക്ഷെ കിങ് ജെയിംസ് ബൈബിൾ എഴുതിയത് 16-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷിലാണ്, മറക്കല്ലേ. 16-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ്. അന്ന് ഫോർ വാട്ട് എന്ന് ഉപയോഗിച്ചിരുന്ന അതേ ആശയം 21-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ സോ വാട്ട് എന്നേ വരത്തുള്ളൂ. ഫോർ വാട്ട് അല്ല, സോ വാട്ട്. സം ഡു നോട്ട് ബിലീവ്, സോ വാട്ട്. നീ വിശ്വസിച്ചില്ല, ആർക്ക് നഷ്ടം? സോ വാട്ട്. പാസ്റ്റർ ഐ ഡോണ്ട് അഗ്രി, സോ വാട്ട്. ഞാൻ ഇവിടുന്ന് എറണാകുളത്തിന് പോകാനുള്ള ട്രെയിനിൽ കയറി ഇരിക്കുക. ഒരുത്തൻ പറഞ്ഞു ഐ ഡോണ്ട് ബിലീവ്, ഇത് എറണാകുളത്തിനല്ല പോകുന്നത്, ഡൽഹിയിലാ. ഐ ഡോണ്ട് ബിലീവ്, സോ വാട്ട്. നീ വിശ്വസിക്കാതെ ട്രെയിൻ പോകത്തില്ല. നിന്നോട് വിചാരം ചോദിച്ചാൽ എന്താണ് ട്രെയിൻ ഓടിക്കുന്നത്? യു ഡോണ്ട് ബിലീവ്, ദാറ്റ്സ് യുവർ മാറ്റർ. സോ വാട്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല, സോ വാട്ട്. ദൈവം എന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഇവന്റെ വിശ്വാസം ബാധകമല്ല. ഇന്ന് മകൾ ദൈവപ്രമാണത്തിൽ നിൽക്കുന്നവന് വേണ്ടി വാഗ്ദത്തം നടത്തിത്തരുന്ന ദൈവം വിശ്വസിക്കാത്തതിനെ നശിപ്പിച്ച ശേഷം അടുത്ത തലമുറയെ തമ്പുരാൻ വാഗ്ദത്ത നാട്ടിലെത്തിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഈ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ ജനിച്ചത് എവിടെയാ? മിസ്രൈമിലാ അല്ലേ? വേറൊരു ഭാഷയിൽ അടിമത്വത്തിൽ ജനിച്ചവരാ. അടിമത്വത്തിൽ ജനിച്ചവരാ അവര്. മരുഭൂമിയിൽ ജനിച്ചത് എങ്ങനെയാ ജനിച്ചത്? പ്രകാശമുള്ള മേഘത്തിൻ കീഴിൽ ജനിച്ചതാ. ഈ അടിമത്വത്തിൻ കീഴിൽ ജനിച്ച തലമുറയെ മരുഭൂമിയിൽ തള്ളിയിട്ടേച്ച് പ്രകാശമുള്ള മേഘത്തിൻ കീഴിൽ ജനിച്ചതിനെ അക്കരെ കടത്തി. കൂട്ടത്തിൽ യോശുവയും കാലേബും 2 പേര് ജനിച്ചത് അടിമത്വത്തിലാണെങ്കിലും ഈ പ്രകാശം അവരെ സ്വാധീനിച്ചു. നമ്മൾ ചിലരുടെ ആത്മിക ജനനം ഒരു വലിയ അഭിഷേകത്തിന്റെ നടുക്കായിരിക്കത്തില്ല. പക്ഷെ ഒരു അഭിഷേകത്തിന്റെ നടുവിലേക്ക് കയറുമ്പോൾ അത് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുമെങ്കിൽ അക്കരെ നാട്ടിക്കയറാനുള്ള ഒരു വാഗ്ദത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജനനം, ഒരു ആത്മീയ ജനനം ഒരിക്കലും ഇതുപോലുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് 2004 തോന്നുന്നു ഇവിടെ വെച്ച് നമ്മൾ ഉപവാസ പ്രാർത്ഥന നടന്നല്ലേ, 40 ദിവസം. 2004 ഓർ 2005 2004 ഇവിടെ വെച്ച് നമ്മൾ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി. 40 ദിവസത്തേക്ക് ആവശ്യമുള്ള ഒരു ആംപ്ലിഫയർ എടുക്കണം, മൈക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു.
പലപ്പോഴും ഞാനായിരുന്നു കണക്ക് കൂട്ടുന്നത്. ആ കണക്ക് കൂട്ടലിൽ മാത്രം ഞാൻ നിന്നു. ഒരു 1,00,000 രൂപ കൂടി അങ്ങോട്ട് പോയാലും 1,00,000 രൂപ എന്നൊരു കണക്കായിരുന്നു എനിക്ക്. അടുത്ത തലമുറ രംഗപ്രവേശനം ചെയ്തു. അവരെല്ലാം കൂടെ കൂട്ടി കണക്കൊക്കെ കൂട്ടിയേച്ചു എന്ന് പറഞ്ഞു ഒരു 10,00,000 രൂപയ്ക്ക് മേളിലോട്ട് പോകും. എനിക്ക് അവരോട് അരിശം വന്നു. ചുമ്മാ കാശ് കളയാനുള്ള പരിപാടി നോ. അത് കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ വിശദീകരണം തുടങ്ങി. പാസ്റ്റർ, ഇത് കഥ അടച്ചിട്ട് നമ്മളൊരു ഹോളിനകത്ത് ഇരിക്കുകയല്ല, ടെൻ്റ് അടിച്ച് അതിനകത്താണ് ഇരിക്കുന്നത്. അതെ. ഒരു വലിയ ഗ്രൗണ്ടിനകത്താണ്. അതെ. ഇതിനകത്ത് കുറഞ്ഞാലും 3000 പേരായിരിക്കും ഒരു ദിവസം കൂടുന്നത്. അതെ. ആ 3000 പേർക്ക് കേൾക്കത്തക്ക അകലം വരെ ശബ്ദം ചെല്ലണം. അതെ. അത്രയും പേർക്ക് ലൈറ്റ് വേണം. അതെ. അതിന് കറണ്ട് വേണം. എല്ലാം അതെ അതെ അതെ. പക്ഷെ എല്ലാം കൂടി 1,00,000-നകത്ത് നിർത്തണം. അതിനപ്പുറത്തോട്ട് ഞാൻ പോവില്ല. ഒരിക്കൽ ഒരാൾ കടയിൽ പോയി 1 മീറ്റർ തുണി എടുത്തു പോലും. തയ്യക്കാരൻ്റെ അടുക്ക ചെന്നേച്ച് പറഞ്ഞു, എനിക്കൊരു ഷർട്ട് വേണം, കുഞ്ഞിനൊരു ഉടുപ്പ് വേണം, ഭാര്യയ്ക്കൊരു ചട്ടയും വേണം. അപ്പം അദ്ദേഹം പറഞ്ഞ് എല്ലാം കൂടി 1 മീറ്റർ തുണിയാണ് ഉള്ളൂ, ഇതൊരു ബെന്നിനുള്ളതേ ഉള്ളൂ. കുറേശ്ശെ എല്ലാവർക്കും കൂടെ തയ്ക്കടൂ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ആയിരുന്നു ഞാൻ. അതുപോലെ ആയിരുന്നെന്നല്ല, അതുപോലെ. പക്ഷെ എനിക്ക് പിള്ളേരോട് ശരിയാണോ, അവർ പറഞ്ഞ് ശരിയാണോ എന്നൊരു സംശയം. അങ്ങനെ കാശ് മുടക്കാൻ നമുക്കുണ്ടോ എന്ന് രണ്ടാമത്തെ സംശയം. പലതും കൊണ്ട് അന്ന് വൈകുന്നേരത്ത് കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഞാനങ്ങ് ഉറങ്ങി. ആ ഉറക്കത്തിൽ ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ, നീ പണ്ട് പങ്കെടുത്ത ഉപവാസ പ്രാർത്ഥനയുടെ വലിപ്പം എന്നായിരുന്നു. എനിക്ക് പെട്ടെന്ന് കേരളത്തിലെ കാര്യം ഓർമ്മ വന്നു. 8 പേരുള്ള ചർച്ചിലായിരുന്നു ഞാൻ. അപ്പോൾ 4 പേരിൽ കൂടുതൽ ഉപവസിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ 4 പേരിൽ ഞാൻ ഒരാളേ ഉള്ളൂ ചെറുപ്പക്കാരൻ, കുഞ്ഞ്. ബാക്കിയെല്ലാം പ്രായമുള്ള അമ്മച്ചിമാരാണ്. ഭിത്തിയുടെ സൈഡിലോട്ടൊരു പായിട്ട് കാലും നീട്ടിയിട്ടിരുന്ന് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാലെന്നുള്ള പാട്ടും പാടി കട്ടൻ കാപ്പി കുടിച്ച് കഴിയുമ്പോൾ ഉപവാസം തീർന്നു. അന്നത്തെ ഉപവാസത്തിന് എത്ര പേരുണ്ടായിരുന്നില്ല? 4 പേര്. ഇപ്രാവശ്യം എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 3000 പേര്. പറഞ്ഞു, ഞാൻ പഴയ സ്കെയിലിലല്ല. ഐ എം നോ മോർ ഇൻ ദ ഓൾഡ് സ്കെയിൽ. ഞാൻ ആ സ്കെയിലിൽ നിന്ന് മാറി. നിനക്ക് എൻ്റെ കൂടെ മാറാമോ? അടുത്ത ദിവസമാണ് ഇവർ വരുന്നത്. വേണ്ട 10,00,000 രൂപയോളം വരും ബസ്സേ. അപ്പം നമുക്കൊരു 2,00,000 കൊണ്ടിട്ട് അതൊന്നും വിതിഞ്ഞ് വാങ്ങിക്കാം. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞാണ് അജയൻ ഹസാരെ ഇവിടെ വരുന്നത്. 2005 അല്ലേ? 2005 അജയൻ ഹസാരെ വരുന്നത്. 7.5 kVA ഉള്ള ഒരു ജനറേറ്ററാണ് അന്ന് വർക്ക് ചെയ്യുന്നത്. ആർക്കും കറണ്ട് തികയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടത്തേക്ക് ഒരു ജനറേറ്റർ വാങ്ങിക്കാൻ പോകാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് സ്റ്റേജ് ഇവിടെ കണ്ട് തന്നെയായിരുന്നു സ്റ്റേജ്. എല്ലാം കൂടെ ടെമ്പററി ആയിരുന്നു മാത്രം. അജയൻ ഹസാരെ അദ്ദേഹം വന്ന് ഒരു 11 മണി കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തുന്ന സഭായോഗത്തിന്. കാര്യം മലയാളം പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിനൊന്നും സാധിക്കാനില്ല, ആഫ്രിക്കക്കാരനാണ്. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ നേരെ ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ നേരത്തെ എത്തിയേ. ഇവിടെ വന്നുടനെ എന്നോട് പറഞ്ഞു, ദൈവം എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ പോവാ. ഇഫ് യു പെർമിറ്റ്, അനുവാദം തരുമെങ്കിൽ ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ. നമ്മൾ ദൈവം എന്ത് ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അത് ചെയ്തിരിക്കണം, നോ ഡൗട്ട്. അതൊരു സ്വതരാഴ്ച എടുക്കാനാണ്. ഞാൻ പറഞ്ഞ, അയ്യോ ആസാരി തെറ്റിപ്പോയി, സ്വതരാഴ്ച കഴിഞ്ഞ ഇയാൾ തരുന്നേ. സ്വതരാഴ്ച കഴിഞ്ഞു. വളരെ കുഴപ്പമില്ല, ഒന്നുകൂടെ എടുത്തേക്കാം. ഞാൻ പറഞ്ഞു, 2ാം സ്വതരാഴ്ച മലയാളിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. പല രാജ്യങ്ങളിലും അങ്ങനെ ചെയ്യും. പുള്ളി പറഞ്ഞു, ഇതൊന്നും വേണ്ട, ദൈവം എന്നോട് പറഞ്ഞത്, നീ ആദ്യം പറഞ്ഞതല്ലേ ചെയ്തോളാൻ. ഞാൻ പറഞ്ഞത് പക്ഷെ മണ്ടം കളിക്കുമേ. ഞാൻ ഏറ്റു. അദ്ദേഹം 2ാമതൊരു സ്തോത്രകാഴ്ച എടുത്തു. അദ്ദേഹം എഴുന്നേറ്റ്, നിങ്ങളുടെ പേർക്കാ, വേറെ ആർക്കും അല്ല. സത്യമായിട്ടും 1000 രൂപ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് നമ്മുടെ മെയിൻ സ്തോത്രകാഴ്ച അങ്ങനെയൊക്കെ നിൽക്കുക. അത് കഴിഞ്ഞ് 2ാമത്തെ അല്ലേ ഇത്. സ്തോത്രകാഴ്ച പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ഈ ആംപ്ലിഫയറും സ്പീക്കറും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരു വലിയ കറുത്ത ബാഗ് എന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു? റോയ് ആയിരുന്നു ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നില്ല. ആരോ ഒരു കറുത്ത ബാഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റി വെച്ച് ആ ബാഗിനകത്ത് കാശ് കുറയ്ക്കാൻ തുടങ്ങി. തീരുന്നില്ല, പിന്നെയും വരികയാണ്. 9 ലക്ഷത്തിൻ്റെ മേളിലായിരുന്നു ഒറ്റ സ്തോത്രകാഴ്ച. 9 ലക്ഷത്തിൻ്റെ മുകളിൽ. മനസ്സിലായോ? ദൈവം പുതിയ സ്കെയിലില്ല. അതാ ആദ്യത്തെ ജനറേറ്റർ. അത് കൊടുത്ത് ആദ്യത്തെ ജനറേറ്റർ വാങ്ങിച്ചത്. ദൈവത്തിൻ്റെ ചോദ്യം, ഐ ആം ഇൻ എ ഡിഫറെൻറ്റ് സ്കെയിൽ. നിനക്ക് എൻ്റെ കൂടെ വരാമോ? ഞാൻ വേറൊരു സ്കെയിലിലാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പിന്നെ ഇടപെടുക. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ എന്ത്? ഗെറ്റ് ലോസ്റ്റ്. സോ വാട്ട്? ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ശക്തനായി എഴുന്നേറ്റ് നിൽക്കുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ചിലരുടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ചിലർ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ചിലർ വിടുതലിലാകട്ടെ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ചിലതിന്റെ ബിസിനസ് ബിൽഡ് ചെയ്യട്ടെ. ചിലതിന്റെ വിദ്യാഭ്യാസം നേരെയാകട്ടെ. ചിലതിന്റെ ഭാവി രൂപ
രൂപീകരിക്കപ്പെടട്ടെ. ചില കുടുംബങ്ങൾ യഥാസ്ഥാനപ്പെടട്ടെ. Some do not believe. So what? ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവം അശക്തനല്ല. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. വിശ്വസിക്കുന്ന രണ്ടെണ്ണത്തെ മാനിച്ച്, വിശ്വസിക്കുന്ന രണ്ടെണ്ണത്തെ മാനിച്ച്, വിശ്വസിച്ച മോശയെ മാനിച്ച്, വിശ്വസിക്കാഞ്ഞ 10 എണ്ണത്തെ മാറ്റിയേച്ച് ദൈവത്തിന്റെ നീതി ദൈവം ദൈവജനത്തിന് വേണ്ടി നിർവഹിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ പോകാം. തൈറോയിഡ് കേസസ് എന്ന് ദൈവാത്മാവിനെ എടുത്തു കാണിക്കുന്നു. തൈറോയിഡ് ഈ പകൽ സൗഖ്യമാകാൻ ഏൽപ്പിക്കപ്പെട്ടു. അനേക പ്രാവശ്യങ്ങളിൽ പ്രാർത്ഥിച്ചതാകാം, ട്രീറ്റ് ചെയ്തതാകാം. പക്ഷെ ഇന്നൊരു വിടുതലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എനിക്ക് മനസ്സിലാകാത്ത ചിലത്, ചെവിയിൽ നിന്ന് പോകുന്ന ഒരു nerve, ഒരു നരമ്പ്, അതിന് എന്നാ പേരെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ചെവിയിൽ നിന്ന് പോകുന്ന ഒരു നരമ്പ് കൂടെ കൂടെ കേടാകുന്നത് കൊണ്ട് നമ്പർ 1 ചെവിക്കകത്ത് വേദനയോ പഴുപ്പോ ഉണ്ടാകുന്നു. നമ്പർ 2 കേൾവി കുറയുന്നു. ഇന്ന് പകൽ ആ രോഗം സൗഖ്യമാകുക. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ എന്താ, സോ വാട്ട്? ഇന്ന് പകൽ ദൈവം ചിലത് ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കുക. ചിലതിന്റെ കുടുംബങ്ങളെ കർത്താവ് പണിയട്ടെ. ഒരിക്കൽ പോളിയോ പിച്ചോ പറഞ്ഞൊരു പദം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലോട്ട് വരുന്നു. ഞാൻ ദൈവത്തിന്റെ വചനവുമായി സ്റ്റേജിലേക്ക് കയറുമ്പോൾ പട്ടാളത്തിൽ യുദ്ധം ജയിക്കുവാൻ തുടങ്ങുന്ന ഒരു ആർമിയുടെ ജനറലിന്റെ ധൈര്യമോ എന്റെ അകത്തേക്ക് കയറുന്നതെന്ന്, അതെ, അതിനെ കവിയുന്ന ഒരു ശക്തി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് മിന്നുകയാണ്. എതിർത്തുന്ന ചില മതിലുകൾ ഇടിഞ്ഞ് തെറിക്കുകയോ. എൻ്റെ ഒരു സ്ലിപ്പ് കിട്ടി, ഞാനതായിരുന്നു തപ്പുന്നത്. ഇതിനോട് ചേർന്ന് ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന രക്തച്ചൊരിച്ചിലുള്ള ഹോമങ്ങൾ, യാഗങ്ങൾ, സ്ലിപ്പിൻ്റെ എല്ലാം ഉണ്ട്. റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ പരസ്യമായി ശാസിക്കുക. Who are you? Who are you? പിതാക്കന്മാർ ഞങ്ങൾക്കുള്ളത്, വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്കുള്ളത്, ദൈവം ഞങ്ങൾക്കുള്ളവൻ, നിയമങ്ങൾ ഞങ്ങൾക്കുള്ളത്, ആരാധന ഞങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. ഇതിനപ്പുറത്ത് വേറെ ചിലരോട് ദൈവം ഇടപെടുന്നുണ്ട്. എന്നെ കൊണ്ട് ഒക്കുകയില്ല, ഞങ്ങളെ കൊണ്ട് ഒക്കുകയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ അവിടം വരെ വന്നില്ല. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കല്ലും മണ്ണും വളരെ കിടക്കുന്ന വേല നടക്കുകയില്ല. ആര് പറഞ്ഞു? വേലയ്ക്ക് വിളിച്ചവൻ പൂർത്തീകരിക്കും. ഇസ്രായേൽ ജനം പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഈ പണി നടക്കുകയില്ല, മറ്റവന്മാര് വലുതാ. ആര് പറഞ്ഞു? അവരിലും വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് മകൾ നടക്കയില്ലെന്ന് പറയുന്ന ചിലതിന്റെ നടുവിൽ ദൈവത്തിന് ചെയ്യുവാനുള്ളത് ചെയ്യുവാൻ ചിലതിനെ കൂടെ സ്വർഗം ശക്തീകരിക്കട്ടെ. എന്റെ നേരം കഴിഞ്ഞു. യേശുവിന്റെ അധികാരത്തിൽ ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി വ്യാപരിക്കുന്ന അദൃശ്യ മണ്ഡലങ്ങളിലെ, ആകാശ മണ്ഡലങ്ങളിലെ ദുഷ്ടവ്യാപാരങ്ങളെ ഒരുമിച്ച് ഞങ്ങൾ ശാസിക്കുന്നു. അത് കേട്ടുമാറാൻ. 2, എന്റെ ജീവിതം ബന്ധിക്കപ്പെട്ടു, ഇനി ഒരിക്കലും രക്ഷയില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നവർ, തകർന്നു എന്ന് പറയുന്നവർ, തൈറോയിഡിനാൽ എനിക്കിനി മുന്നോട്ടില്ല, ജീവിതമില്ലെന്ന് പറയുന്നവർ, ശരീരത്തെ ഒരു പാണ്ടും ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് പകൽ വിടുതൽ ആഗ്രഹിക്കുന്നവർ, എന്നോട് ആ ദൈവം ഇടപെട്ടതെന്ന് ഉത്തമ ബോധ്യമുള്ളവർ മാത്രം എഴുന്നേറ്റോ. പിശാചിയോടെ കണ്ടോട്ടെ, എഴുന്നേറ്റോ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. എന്നോടാ ദൈവം ഇടപെട്ടത് എന്ന് ഉത്തമ ബോധ്യം, ആ ധൈര്യം ഹൃദയത്തിൽ ലഭിച്ചവർ മാത്രം വിടുതലിന് വേണ്ടി എഴുന്നേറ്റോ. നിങ്ങളോട് തന്നെ ഇടപെട്ടെ. ഉത്തമ ബോധ്യമുള്ളവർ എഴുന്നേറ്റു. താവേ, എഴുന്നേറ്റ് നിൽക്കുന്നവരെ ഞാൻ ദൈവകരങ്ങളിൽ തരുന്നു. അടിയൻ അങ്ങയുടെ നാമമാ ഉച്ചരിച്ചത്. അടിയന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ധൈര്യമാ വിളിച്ചു പറഞ്ഞത്.
ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് ചെയ്യുവാൻ സൈന്യങ്ങളുടെ വീരനായവൻ, ദൈവാധിദൈവമായവൻ ഇന്ന് പകൽ നിനകത്തുള്ളതിനാൽ നസ്രായന്റെ നാമത്തിൽ ഞാൻ ഇവരുടെ മേൽ രോഗസൗഖ്യവും വിടുതലും കൽപ്പിക്കുന്നു. തവേ, ഞാൻ ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ഒരു ധൈര്യത്തോടെ ഞങ്ങൾ മടങ്ങുവാൻ ഇന്നൊരു ദൈവകൃപ ഞങ്ങളുടെ മേൽ തന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.